നമസ്കാരം, വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫുഡ് പോയ്സണിങ് ആട്ടോ. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒന്നുമില്ല, എങ്ങനെ ഫുഡ് പോയ്സണിങ് ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമേ പഠിക്കാനുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഫുഡ് പോയ്സണിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫുഡ് പോയ്സണിങ് വരിക, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം. അത് ഈ പറയുന്ന പോലെ അത്ര വലിയ ടഫ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കാര്യമൊന്നുമല്ല. എല്ലാവർക്കും അറിയാം ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുമ്പം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയയുടെ അംശമോ അല്ലെങ്കിൽ അത് ബാക്ടീരിയ ഓർ നോൺ ബാക്ടീരിയ വാട്ട് എവർ ദ തിങ് എന്ത് വേണമെങ്കിലും ആകാം. സോ അത് കാരണം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് എന്ത് ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫുഡ് പോയ്സണിങ് ഏത് ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാർക്കും വരാം. ഇന്നൊരാൾക്ക് മാത്രമേ വരാവൂ അല്ലെങ്കിൽ ഇന്നൊരാൾക്ക് വരില്ല, അങ്ങനത്തെ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും വരാന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ആരുടെങ്കിലും ഒക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഫുഡ് പോയ്സണിങ് വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഫുഡ് പോയ്സണിങ് എന്ന് അറിയണം അല്ലെ. സോ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് തിങ് നമ്മൾ അറിയേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അക്യൂട്ട് ഗ്യാസ്ട്രോ പ്രോബ്ലം ആണ് കേട്ടോ. അക്യൂട്ട് ആയിട്ട് വരുന്ന ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇറ്റ്സ് എൻ അക്യൂട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്നുള്ള കേസ് ഫസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കാം. സോ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ഒന്നെങ്കിൽ ബാക്ടീരിയ, പിന്നെ വൈറസ്, പിന്നെ ഫംഗസ്. ഇപ്പം എങ്ങനെ ഒരു ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഈ പറയുന്ന പോലെ ഒരു ഫോറിൻ ലിവിങ് ബാക്ടീരിയ വാട്ട് എവർ തിങ്സ് കാരണം എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. സോ ആക്ച്വലി നമ്മുടെ ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസും വരാട്ടോ. സോ തേർഡ് വൺ ഈസ് കെമിക്കൽ സബ്സ്റ്റൻസസ്. സോ എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. സോ ഒന്നെങ്കിൽ ബാക്ടീരിയോ അല്ലെങ്കിൽ അതിന് ടോക്സിൻസ് ആകാം കേട്ടോ. സോ ഇപ്പൊ ബാക്ടീരിയ തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. ബാക്ടീരിയ പ്ലസ് അതിന്റെ ടോക്സിൻസും ആകാം എന്നുള്ളതാണ്. സോ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിപ്പോ ഫുഡ് പോയ്സണിങ് എന്ന് പറയുമ്പോൾ ഈ ബാക്ടീരിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെമിക്കൽസ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ ഫർ ഇല്ലേ, ഒരു ആനിമലിന്റെ ഫർ പോലും എന്ത് ചെയ്യാം, നമുക്കതൊരു പ്രശ്നമായിട്ട് വന്നേക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. സോ നോക്കിയാൽ ഫുഡ് പോയ്സണിങ് ഈസ് ആൻ അക്യൂട്ട് ഗാസ്ട്രോ എൻറ്ററീസ് കോസ്ഡ് ബൈ ingestion of food or drinking contamination with either living bacteria with a toxin or inorganic chemical substance and poison derived from plants and animal. These conditions characterized by history of ingestion of a common food and attack of many person at the same time and similarly of signs and symptom in majority of the case. കണ്ടോ, അതായത് നിങ്ങൾ എന്ത് ഫുഡ് കഴിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്കിപ്പം ഈ സെയിം ടൈമിൽ തന്നെ അത് ഏത് രീതിയിൽ വന്നു അല്ലെങ്കിൽ എപ്പോഴും വന്നു എന്നുള്ള പല കണ്ടീഷൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് പോയ്സണിങ് ആണെന്ന് പോലും നമ്മൾ കൺഫേം ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വി വോണ്ട് കൺഫേം ദാറ്റ് ഇറ്റ്സ് എ ഫുഡ് പോയ്സണിങ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. സോ ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ലിവിങ് ബാക്ടീരിയ അല്ലെങ്കിൽ ടോക്സിൻസ് ആകാം അല്ലെങ്കിൽ ഓർഗാനിക് കെമിക്കൽസ് ആകാം. സോ അതെല്ലാം ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു കാര്യം ആലോചിക്കുക, ഈ പോയ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, പ്ലാന്റ് സോഴ്സിൽ നിന്നും ആകാം, ആനിമൽ സോഴ്സിൽ നിന്നും ആകാം. ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് ഹൈ റിസ്ക് കാറ്റഗറീസ് ഉണ്ടോ? ഉണ്ട്. ആക്ച്വലി ഹൈ റിസ്ക് കാറ്റഗറീസ് ഉണ്ട്. സോ അതൊന്ന് പറയാം. സോ ഫുഡ് പോയ്സണിങ്ങിന്റെ ഹൈ റിസ്ക് കാറ്റഗറിനെ പറ്റിയാ പറയാൻ പോകുന്നത് കേട്ടോ. ഹൈ റിസ്ക് പീപ്പിൾ. സോ ആക്ച്വലി നമുക്ക് കുറച്ച് ഹൈ റിസ്ക് പീപ്പിൾസ് വരുന്നുണ്ട്. അവരുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അഡൽട്സ് ആണ്. ഏകദേശം ഒരു 65 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മേലെയുള്ള ആൾക്കാർ നമ്മൾ ആക്ച്വലി അവർക്ക് ഹൈ റിസ്ക് പീപ്പിൾ പോപ്പുലേഷൻ ആണ്. അത് മാത്രമല്ല 5 വയസ്സിന് താഴെയുള്ള കുട്ടികളില്ലേ, അത് 5 ഇയേഴ്സ് ഓൾഡർ ദൻ താഴെയുള്ള കുട്ടികൾ, അവരും എന്താണ് ആക്ച്വലി ഈ ഒരു ഹൈ റിസ്ക് കാറ്റഗറി വരുന്ന ഒരു കാറ്റഗറിയാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് പ്രഗ്നന്റ് വിമൻസ് ആണ് കേട്ടോ. പ്രഗ്നന്റ് വിമൻസ്. ഈ പ്രഗ്നന്റ് വിമൻസ് മാത്രമല്ല, അതിനകത്ത് പിന്നെയും സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ആയ ആൾക്കാർ, ലൈക്ക് ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നമ്മുടെ മനസ്സിൽ ആരാ വരിക, HIV പോസിറ്റീവ് ആയ പേഷ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് വരിക കേട്ടോ. HIV പോസിറ്റീവ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ പിന്നെ അത് മാത്രമല്ല ക്യാൻസർ ഉള്ള പേഷ്യൻസിലും
ഈ ഒരു സംഭവം കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ളൂ. ഹൈ റിസ്ക് വി ഡു ഹാവ് ഹൈ റിസ്ക് പോപ്പുലേഷൻ, അഡൾട്ട്, 5 years ഓൾഡില് കുറഞ്ഞ ആൾക്കാർ, പിന്നെ പ്രഗ്നന്റ് വിമൻസ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ഹൈ റിസ്ക് പോപ്പുലേഷന്റെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഹെൽത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റിനെ കോംപ്രമൈസ് ചെയ്ത് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം മാത്രം ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, കിഡ്നി ഡിസീസ് ഇല്ലേ, കിഡ്നി ഡിസീസ് വരുന്ന കാറ്റഗറീസ്, അവരൊക്കെ ഈ ഒരു ഹൈ റിസ്ക് പോപ്പുലേഷൻ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. So high risk people, some group of peoples are mostly likely to be sick and have more serious illness. And these group include adult age 65 and years old, children younger than 5 years, and pregnant women, and people whose immune system are weakened by health condition or medicine used to treat them, including with diabetes, liver, kidney, and HIV or cancer. സോ ഈ പറഞ്ഞതുപോലെ ഈ ഒരു HIV-യും ക്യാൻസറും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ഇത് ഫുഡ് പോയിസണിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം എന്നുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം എങ്ങനെ ട്രീറ്റ് ചെയ്യണം. സോ ബാക്ടീരിയ ആണെങ്കിൽ ആന്റിബയോട്ടിക്സ്, പിന്നെ വൈറസ് ആണെങ്കിൽ നമുക്ക് വൈറൽ ഡ്രഗ്സുകൾ കുറവാണ്, ബട്ട് അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ആക്ച്വലി. പിന്നെ പ്രിവെൻഷൻ ആണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്നവര്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് ഫുഡ് പോയിസണിങ് നമ്മൾ പറഞ്ഞു ബാക്ടീരിയൽ ആൻഡ് നോൺ ബാക്ടീരിയൽ ആണെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ബാക്ടീരിയ വഴി അല്ലെങ്കിൽ നോൺ ബാക്ടീരിയ വഴി വരാം എന്ന് ഞാൻ പറഞ്ഞു. സോ നമുക്ക് അതിന്റെ നോക്കാം. സോ ആക്ച്വലി നമുക്ക് നോൺ ബാക്ടീരിയ ഉണ്ട്, നോൺ ബാക്ടീരിയലും ഉണ്ട്, ബാക്ടീരിയലും ഉണ്ട്. ഓക്കെ, സോ നോൺ ബാക്ടീരിയൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാറ്റഗറീസ് ആണ് അതിന്റെ അണ്ടറിൽ വരിക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഞാൻ ബാക്കിൽ കാണിച്ചു തരാൻ പ്രശ്നമില്ല. ദ ഫസ്റ്റ് വൺ വിൽ ബി ദ കെമിക്കൽസ് അല്ലേ. നോൺ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ദ കെമിക്കൽസ് അല്ലേ. കെമിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടാവും? ആഴ്സനിക് ഉണ്ടാവും, പിന്നെ പ്ലാന്റ്സിന്റെ പ്ലാന്റ്സ്, പിന്നെ സീ ഫുഡ് ഇല്ലേ, സീ ഫുഡ് കാരണമൊക്കെ ഒരുപാട് ആൾക്കാർക്കൊക്കെ എന്ത് വരാറുണ്ട്? ഈ പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ചില സമയത്ത് ഈ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഇപ്പോ ഈ കെമിക്കൽസിന്റെ കാറ്റഗറി അണ്ടറിൽ വരുന്ന തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുവാണ്, ഇപ്പം ഏതെങ്കിലുമൊക്കെ പാടങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഫെർട്ടിലൈസേഴ്സ് അടിക്കും. ഈ ഫെർട്ടിലൈസേഴ്സ് എന്ത് ചെയ്യും? അവര് എപ്പോഴെങ്കിലും അവർ ഇൻജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. സോ ആക്ച്വലി ഫെർട്ടിലൈസേഴ്സ് ഈ പേന കൊള്ളത്തില്ല. ഓക്കെ, പേനൊന്ന് മാറ്റാം. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ ഈ ഫെർട്ടിലൈസേഴ്സ് കാരണം ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ എളുപ്പമാണ്, ഒന്നുമില്ല. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ടഫായ കാര്യമൊന്നുമല്ല, ചുമ്മാ അതുപോലെ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് ബാക്ടീരിയൽ ആണ് പറയേണ്ടത് കേട്ടോ. സോ ബാക്ടീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരിക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് തന്നെ നമുക്ക് സബ് കാറ്റഗറീസ് നമുക്ക് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്നത് പോലെ ലിവിങ് ബാക്ടീരിയയും അതിന്റെ ടോക്സിൻസും ആണ് വരുന്നുണ്ടാവുക കേട്ടോ. സോ living bacteria ആൻഡ് ദെയർ ടോക്സിൻസ്, ഇത്രയും കാറ്റഗറീസ് ആണ് നമുക്ക് നോർമലി വരിക. സോ ഇതിനകത്ത് തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഈ ടോക്സിൻസിന്റെ കാറ്റഗറി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ബാക്ടീരിയ ഇത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പോ പറയുന്നില്ല, നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഫുഡ് പോയിസണിങ് ആണ്. ടൈപ്പ് ഓഫ് ഫുഡ് പോയിസണിങ് മേ ബി ബൈ 2 ടൈപ്സ് അല്ലെ. സോ ബാക്ടീരിയലും ഉണ്ട്, നോൺ ബാക്ടീരിയലും ഉണ്ട്. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, ബാക്ടീരിയൽ ഉണ്ട്, നോൺ ബാക്ടീരിയൽ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നോൺ ബാക്ടീരിയൽ ആണെങ്കിൽ caused by chemicals such as arsenic, certain plants and seafood. In recent years, there have been a growing concern about contamination of food by chemical. Example, fertilizer, pesticide, cadmium, mercury. കണ്ടോ, ഇതിനകത്ത് ഇതെല്ലാം ഹെവി മെറ്റൽ കാറ്റഗറിയാണ് അല്ലെ, ഹെവി മെറ്റൽ കാറ്റഗറിയാണ്. അപ്പം ആ ഒരു പറയുന്ന ഈ ഒരു ഹെവി മെറ്റൽ കാറ്റഗറീസിലുള്ള ഡ്രഗ്സുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കെമിക്കൽസ് ലൈക്ക് ആർസനിക്, ഈ പ്ലാന്റ്, സീ ഫുഡ് ലൈക്ക് കോമ്പൗണ്ട്സുകളും ഒക്കെ ഇതിന്റെ ഒരു കാറ്റഗറിക്ക് അണ്ടറിൽ വരുന്നതാണ്. സോ ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ടഫായ സംഭവമൊന്നുമല്ല, ഇറ്റ്സ് വെരി വെരി ഈസി. സോ നെക്സ്റ്റ് വൺ നമുക്ക് ബാക്ടീരിയൽ കോമ്പൗണ്ട്സ് ആണ്. ബാക്ടീരിയൽ ആണെങ്കിൽ കോസ്ഡ് ബൈ ഇൻജക്ഷൻ ഓഫ് ഫുഡ്, കണ്ടാമിനേഷൻ ബൈ ലിവിംഗ് ബാക്ടീരിയ ഓർ ദിയർ ടോക്സിൻ. ഞാൻ പറഞ്ഞതുപോലെ ലിവിംഗ് ബാക്ടീരിയയും അതിന്റെ ടോക്സിൻസും ആണ് അതിന്റെ ഒരു കാറ്റഗറിക്കകത്ത് വരുന്നത് കേട്ടോ. സോ അതും വലിയ പാടൊന്നുള്ള കാര്യമൊന്നുമല്ല, ഇറ്റ്സ് വെരി വെരി ഈസി ആണ്. സോ
The conversion classification of bacteria, food poisoning into toxin and infective type is become increasingly blurred with the knowledge that in some type both multiplication and toxin productions are involved. സോ ഈ പറഞ്ഞതുപോലെ ഈ നമ്മള് എന്താണ് നമുക്ക് പലതരത്തിലുള്ള ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ആക്ച്വലി ഫുഡ് പോയിസണിങ്ങിന്റെ കാറ്റഗറീസിലൊക്കെ. സോ ഇപ്പം ഈ പറയുന്നത് പോലെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ആവുന്നത് അല്ലെങ്കിൽ ഈവൻ ബാക്ടീരിയ പല പോയിന്റിലും അല്ലെങ്കിൽ ബാക്ടീരിയയുടെ പല പോയിന്റിലും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമ്മുടെ ഫുഡിൽ അത് കണ്ടാമിനേഷൻ വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ അസ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബാക്ടീരിയ ഫുഡിന്റെ കണ്ടാമിനേഷൻ വരുവാണ് എന്നുണ്ടെങ്കിൽ അതെന്തോ കാറ്റഗറി അണ്ടറിൽ വരും എന്നുള്ളതാണ്. സോ ബാക്ടീരിയയുടെ ഫുഡ് കണ്ടാമിനേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് വരിക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ അല്ലടാ, എനിക്കൊന്ന് പേന നിങ്ങൾക്ക് ഇച്ചിരി രൂപ. ഓക്കെ, ഇത് ഓക്കെയാണ് അല്ലേ? ഓക്കെ, സോ ബാക്ടീരിയൽ ഫുഡാണ് ആക്ച്വലി നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ബാക്ടീരിയ കണ്ടെയ്നിങ് ഫുഡാണ് ഫുഡ് പോയിസണിന് കാരണമാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാറ്റഗറിയിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ ഫസ്റ്റ് വൺ ഈസ് സാൽമണല്ലോസ്, പിന്നെ സ്റ്റഫൈലോകോക്കൽ ഇൻടോക്സിഫിക്കേഷൻ പിന്നെ ഇതിനകത്ത് തന്നെ രണ്ടാമത് പെർഫിംഗൻസ് ഇൽനസ്, ബോട്ടുലിസം, പിന്നെ ഈ കോളൈ. എല്ലാരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരിക്കും ഈ കോളൈ കാരണം ഉണ്ടാവുന്നത്. മേജർ സിംറ്റം ആക്ച്വലി ഡയറിയാണ്. ഡയറിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് പോവുണ്ടാവാം. ആൻഡ് പിന്നെ ഷിഗല്ലസ് ഞാൻ ചിലത് മറന്നു പോയിട്ടുണ്ട് പേരുകൾ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കുമ്പോൾ അത് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് ബ്രുസല്ലോസിസ്. കാര്യം ഈ എല്ലാ പേരും ഓർത്തിരിക്കുക എന്ന് പറയുന്നതും പിന്നെ നാവിൽ ഈ പേര് കൊള്ളുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ടി. പല്ലി കമ്പ്യൂട്ടർ കൊണ്ട് എനിക്ക് തന്നെ ചില വാക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പോയിന്റ് ഒക്കെ കയറി കൊള്ളും. അപ്പം ആണെങ്കിൽ ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോൾ ഞാൻ ആലോചിക്കും ദൈവമേ ഇത് വേദനിക്കുമല്ലോ എന്നുള്ളത്. ഓക്കെ, സോ ബാക്ടീരിയൽ ഫുഡ് കണ്ടാമിനേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വൈറലിന്റെ കേസായിട്ട് പറയുന്നത്. വൈറലാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് ഹെപ്പറ്റൈറ്റിസ് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്യുന്നത് വൈറസ് കാരണം കോസ് ചെയ്യുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഉണ്ട് ആൻഡ് ഇയും ഉണ്ട് കേട്ടോ. എയും ഉണ്ട് ഇയും ഉണ്ട്. പിന്നെ നോറോ വൈറസ് നോറോ വൈറസ് ആണ്. നോറോ വൈറസ് കാരണം നമുക്ക് ഗ്യാസ്ട്രിക്കിലൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടാകും. ആൻഡ് റോട്ടാ വൈറസ് ഇപ്പം ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. റോട്ടോ വൈറസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് കാരണം നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവുക, ഡയറി ഉണ്ടാവുക, നൗഷ്യസ് ആവുക, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നോർമലി ഉണ്ടാവുന്നുണ്ടാവും. ബാക്ടീരിയ ആണെങ്കിൽ സാൽമോണല്ലൈ, പിന്നെ സ്റ്റെഫലോകോക്കൽ ഇൻടോക്സിഫിക്കേഷൻ, പെർഫിംഗർ ഇൽനെസ്, ബോട്ടുലിസം, ഈ കോളെ ഡയറിയ, പിന്നെ ഈ പറഞ്ഞ പോലെ ഷിഗല്ലസ്, ബ്രൂസിലോസിസ് ഒക്കെയാണ് എക്സാമ്പിൾ. വൈറലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ആൻഡ് നോർവോ വൈറസ് ആൻഡ് റോട്ടാ വൈറസ് ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് നോക്കാം. So, bacterial food poisoning may be the following types: salmonellosis, staphylococcus intoxication, and perfingernes illness, botulism, പിന്നെ ബീസെറസ് ഫുഡ് പോയിസണിങ്, ഈ കോളെ ഡയറിയ, നോൺ കോളറ വിബ്രിയോ ഇൽനെസ്. ഇത് ഞാൻ വിട്ടുപോയതാണ്. നോൺ കോളറ വിബ്രിയോ ഇൽനെസ്, പിന്നെ ലൈറ്റിക്കസ് ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെഫിലോകോക്കസ് ഇൻഫെക്ഷൻ, ഷിഗല്ലോസിസ്, ബ്രുസല്ലോസിസ് ആണ്. പേരുകൾ നോക്കി വെക്കാം, മേ ബി ചോദിക്കാം, ചാൻസ് കൂടുതലാണ്. കാര്യം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് മേ ബി വേണമെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് തിങ് കേട്ടോ. സോ ഇത് പഠിക്കണം കേട്ടോ മക്കളെ.
വലിയ ഇമ്പോർട്ടൻസ് സാധനമാണ്. ആൻഡ് അതർ ടൈപ്പ് ഓഫ് ഫുഡ് പോയ്സണിങ് ആർ വൈറൽ ഡിസീസ് ലൈക്ക് പാരസൈറ്റ്സ്. സോ പാരസൈറ്റ്സുകളും നമുക്ക് ഈ ഫുഡ് പോയ്സണിങ്ങിന്റെ ഭാഗം തന്നെയാണ്, അതില്ലെന്ന് വിചാരിക്കേണ്ട. വൈറൽ ഡിസീസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് എ, ഇ, നോർവോ വൈറസ്, ഗാസ്ട്രോ enteritis, rotavirus, some virus can be transmitted through food consumption. It is characterized by nausea, explosive vomiting, watery diarrhea, and abdominal pain. ആക്ച്വലി ഇപ്പം ബേസിക് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ എന്താ പറയാ സാനിറ്റൈസേഷൻ കുറവുള്ള, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ആ വാക്ക് പറയുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ചേരി എന്നൊക്കെ പറയുമല്ലോ, ചേരി എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായിട്ട് താമസിക്കുന്ന ആൾക്കാരിലാണ് ഈ ഒരു ഇഷ്യൂസുകൾ എപ്പോഴും കാണാറുള്ളത്. അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ജനറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പോപ്പുലേഷനിലൊന്നും കാണാറില്ല എന്നുള്ളതാണ്. എന്നാലും ബട്ട് സ്റ്റിൽ എന്ത് പറയാനാണ് അല്ലെ, നമുക്ക് പറയുന്നതിൽ കുറച്ച് ഒക്കെ ഉണ്ട്. ഓക്കെ ഫൈൻ. സോ അത് വിട്ടേക്കു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പാരസൈറ്റിക് ആണ്. സോ പാരസൈറ്റ്സുകൾ ഏതൊക്കെ പാരസൈറ്റ്സ് നിങ്ങൾക്ക് അറിയാം? ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന മനസ്സ് വരുന്ന ഓടി വരുന്ന പാരസൈറ്റ് എന്ന് പറയുന്നത് വയറ്റിലുള്ള വേം തന്നെയാണ് അല്ലെ. സോ അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് പറയാം അസ്കാരിയാസിസ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മുടെ ബോഡി തന്നെ ഉള്ള സാധനം. ആൻഡ് അമീബിയാസിസ് അല്ലെ, അമീബിയാസിസ്. ആൻഡ് oxyuriasis, and Tenias, Hydatidois, Trunkinos. സോ ഇങ്ങനെ പറയുന്ന ഈ പറയുന്ന ഇതൊക്കെ ചിലത് ഫിഷ് ബോൺ ആണ് കേട്ടോ. ചിലപ്പോൾ ഫിഷിൽ നിന്നായിരിക്കും ചിലപ്പോൾ അവർക്ക് ഡയറക്ട്ലി ആ ഒരു ഫുഡ് പോയ്സൺ വരിക. ആക്ച്വലി പറയുന്ന പാരസൈറ്റ്സ് ഫിഷിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ചില ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് ബോൺ. നമ്മൾ ഫുഡ് ബോൺ എന്ന് പറയാം. ഫുഡ് ബോൺ അതായത് ഫുഡിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളെ ഇതിലേക്ക് വരികയും, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ടാപ്പ് വേം ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരാം. അല്ലെങ്കിൽ അതൊക്കെ വന്ന് നമ്മൾ എന്താണ് ഇൻഫെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. സോ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അത്രയും ഹൈജീൻ ഉള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വെറുതെ ഏതെങ്കിലും കടയിൽ കാണുന്നതും അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്ന ഫുഡ് കഴിക്കാതെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹൈജീനിക് ആണ് അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പിള്ളേരൊക്കെ കൊണ്ടുപോയിട്ട് അവസാനം പിള്ളേർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിക്കും നമ്മൾ ഓർക്കുക, അയ്യോ അത് നല്ലതായിരുന്നില്ല, വഴി കാണുന്ന ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ വലിയ ആൾക്കാരെ പോലെ അത്ര വലിയ ഇമ്മ്യൂണൈസ്ഡ് ഒന്നും അല്ല, അവർ ഭയങ്കര ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ഓക്കെ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ഞാനത് എല്ലാം എഴുതുന്നില്ല. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ മറ്റൊരു പേരെന്താണ്? സോ ഇതെന്താ വായിക്കുക? ജിയാർഡിയ അല്ലെങ്കിൽ ഗിയാഡിയ, വാട്ട് എവർ ദ തിങ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഓർ ഗിയാഡിയ കേട്ടോ. സോ ആക്ച്വലി ഇത് ഫുഡ് ചെയിൻ ലൈക്ക് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫുഡ്, ഇത് സോയിൽ, ഇത് വാട്ടർ, ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഈ സാധനം, ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക് കിട്ടുക. സോ ഈ ഫുഡിൽ നിന്നും കിട്ടാം, സോയിലിൽ നിന്നും കിട്ടാം, വാട്ടറിൽ നിന്ന് കിട്ടാം. അതെങ്ങനെ ഇത് എവിടെ വേണമെങ്കിലും കാണാം. അപ്പൊ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ ഇങ്ങനെ കണ്ടാമിനേറ്റ് നമ്മുടെ ഫുഡ് ചെയിനകത്ത് ഫുൾ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം. സോ പാരസൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ടെനിയാസിസ്, ഹിഡൻറ്റിഡോസിസ്, ട്രൈക്കിനോസിസ്, അസ്കാരിയാസിസ്, അമീബിയാസിസ്, ഓക്സിയുരാസിയസിസ്, എല്ലാത്തിലും സിസ് ഉണ്ട്. അങ്ങനെ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. സം പാരസൈറ്റ് സച്ച് as fish bone trematode are only transmitted through food. Other, for example, tapeworm like Echinococcus or Tenias may infect people through food or direct contact with the animal. കണ്ടോ? അപ്പം ഒന്നെങ്കിൽ ഫുഡ് ബോൺ ആയിരിക്കാം, മിക്കവാറും എല്ലാം ഒക്കെ ഫുഡ് ബോൺ തന്നെയാണ്. കാരണം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ആക്ച്വലി ഫുഡ് പോയിസണിങ്ങിനെ കറക്റ്റ് ആപ്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് വഴിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഒരു ഫുഡ് പോയിസന്റെ സോഴ്സ്. പക്ഷെ വി ഡു ഹാവ് ഇൻഡയറക്റ്റ് സോഴ്സും ഉണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പൊ പിള്ളേരൊക്കെ പുറത്തു പോയിട്ട് മണ്ണിലൊക്കെ കളിച്ച് അല്ലെങ്കിൽ അവിടെ ഇവിടെ കളിച്ചിട്ട് കുറെ കയ്യിൽ അതും ഇതൊക്കെ ആയിട്ട് അതെടുത്ത് വായിൽ വെക്കുക, അങ്ങനെയൊക്കെ മേ ബി ആവാം. ഓക്കെ, അതിനും ചാൻസ് ഉണ്ട്.
വരുന്നുണ്ട്. അതർ പാരസൈറ്റ്സ് സച്ച് as ascariasis, cryptosporidium, endemica histolytica, giardia enter the food chain via water or soil and can contaminate the fresh product. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു ഇതൊക്കെ വരച്ച് കാണിച്ചു തന്നില്ലായിരുന്നു, ഫുഡും ഇതിന്റെ കേസൊക്കെ ഞാൻ വരച്ച് കാണിച്ചു തന്നില്ലായിരുന്നു, ആ ഒരു പരിപാടി തന്നെ. അതായത് ഇവിടെ ഫുഡ് ഉണ്ടായിരിക്കും, സോ ഇവിടെ സോയില്, ഇവിടെ വാട്ടർ. സോ ഇത് മൂന്നും തമ്മിൽ ഒരു കോമ്പിനേഷൻ, ഒരു ഒരു എന്താ പറയാ, ഒരു ട്രയാങ്കുലർ കോമ്പിനേഷൻ വെച്ചിട്ടുണ്ടായിരിക്കും. സോ എവിടെ നിന്ന് വേണമെങ്കിൽ ആ ഒരു സാധനം കയറി വരാം എന്നുള്ളതാണ്. സോ ഇതൊക്കെ വളരെ എളുപ്പമാണ്, ഒന്നുമില്ല, എന്താണ് ചുമ്മാ കഥ പോലെ കേട്ടോണ്ടിരിക്കുക. പേര് പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു നോട്ടിനേക്കാൾ ആ ഒരു ഈ നമ്മുടെ ഈ സാധനം ഇല്ലേ, നമ്മുടെ എം സി ക്യു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്നുള്ളത്, കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണോ ടോപ്പിക്? എനിക്കറിയാം കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ല, കാര്യം തൈറോയ്ഡ്, ഓക്കെ, തൈറോയ്ഡ് പോലെയൊക്കെ വലിയ വലിയ ടോപ്പിക് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അതിങ്ങനെ നിങ്ങളെ മനസ്സിലാക്കി എടുപ്പിക്കുക എന്ന് പറയുന്നത് ടു ഡിഫിക്കൽട്ട് ആണ്. കാര്യം നമ്മൾ കുറെയൊക്കെ ടച്ച് വിട്ട് പോയ സാധനമായിരിക്കും, ചിലപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. സോ വാട്ട് എവർ ലെറ്റ് ഇറ്റ് ബി. സോ ഫുഡ് പോയിസണിംഗ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഫുഡ് പോയിസണിംഗ് ആണ് സാൽമോണല്ലേ. സോ സാൽമോണല്ലൈ സാൽമോണല്ല കേട്ടോ, സാൽമോണല്ല ഫുഡ് പോയിസണിംഗ്. നല്ല പേരല്ലേ, പിളർപ്പിട, കൊള്ളാം, രസമുണ്ട്. സാൽമോണല്ല ഫുഡ് പോയിസണിങ്. ഓക്കെ, സാൽമോണല്ല ഫുഡ് പോയിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി കോമൺ തിങ് ആണ്. അതായത് എപ്പോഴും നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി 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 കോമൺ, വെരി കോമൺ ആയിട്ട് എല്ലാ കാറ്റഗറിയിലും കാണുന്നതാണ്. സോ ലൈക്ക് ആക്ച്വലി നമുക്ക് ഈ ഒരു സാൽമോണല്ല ഫുഡ് പോയിസണിങ് കിട്ടാനുള്ള മേജർ തിങ് എന്ന് പറയുന്നത് ട്യൂണ ഇല്ലേ, ട്യൂണ. ഇപ്പൊ എക്സാമ്പിള്, ഈ ട്യൂണ ഫിഷ് ഒക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സൂഷി എന്ന് പറയും. സോ സൂഷി ഒക്കെ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കാണ് ഈ ഒരു സാധനമൊക്കെ എപ്പോഴും കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവാം. സോ ദ ഫസ്റ്റ് തിങ് ഈസ് കമ്മ്യൂണിറ്റി ഫീഡിങ് കാരണം എന്ത് ചെയ്യാം, ഈ സാൽമോണലി ഫുഡ് പോയ്സണിങ് ഉണ്ടാവാം എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. പിന്നെ അത് മാത്രമല്ല, ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഹ്യൂമൻ ഫുഡ്. സോ അതായത് ഇപ്പൊ എക്സാമ്പിൾ, ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾ ഫുഡ് കയറ്റി അയക്കുന്നുണ്ട്. സോ ഫുഡ് എന്ന് പറയുമ്പോൾ അത് ഫ്രഷ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അധികം നോക്കാറില്ല. ഇപ്പൊ എക്സാമ്പിൾ, കടലിൽ നിന്ന് പിടിച്ച് നേരെ കൊണ്ടുവന്ന് വേറെ രാജ്യത്തേക്ക് അയക്കുവാണ്, അതിൽ വേറെ ക്വാളിറ്റി നോക്കാനില്ല. ആക്ച്വലി ആ ഫിഷ് അവിടെ നിന്ന് പിടിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഫിഷ് നമ്മൾ കയറ്റി അയക്കുന്നത് പോലെ. ഓക്കെ, സോ ഇനി ഫാം ആനിമൽസിൽ കുറച്ചധികം ഈ സാൽമണല്ലേ കാരണമുള്ള ഫുഡ് പോയ്സണിങ്. ഇപ്പൊ എക്സാമ്പിൾ പോർക്ക് ഇല്ലേ, പോർക്ക്, അങ്ങനെയൊക്കെ അത് ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സീവേജ് ഇപ്പൊ ചില വീടുകളിൽ കോമൺ സീവേജ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വീടിനെ കണക്ട് ചെയ്യുന്ന സീവേജ് സിസ്റ്റം വേറെ വീടിനെ കണക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എങ്ങനെ സീവേജ് ഒക്കെ പൊട്ടിപ്പോവുക, ലീക്ക് വരിക, അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഹോട്ടൽസിലൊക്കെ പുവർ സാനിറ്റൈസേഷൻ ആണ്, പിന്നെ ഇത് പ്രോപ്പറായിട്ട് കഴിവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എല്ലാ കാരണവും ഇതിനകത്ത് വരുമെന്നുള്ളതാണ്, അല്ലെ. സോ ഇതാണ് നമുക്ക് സാൽമണലി ഫുഡ് പോയ്സണിനെ പറ്റി പറയാനുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് സാൽമണലി ഫുഡ് പോയ്സണിങ്. An extreme common form of food poisoning. 5 reasons have to be given for it increase in recent years. So ഇപ്പം വരുന്ന ഈ പറഞ്ഞ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ ആവുള്ള റീസൺ എന്തുകൊണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ കമ്മ്യൂണിറ്റി ഫീഡിങ്. സോ കമ്മ്യൂണിറ്റി ഫീഡിങ് കുറച്ച് കൂടുതലാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഹ്യൂമൻ ഫുഡ്. ആൻഡ് ഇൻക്രീസ് ഇൻസിഡന്റ് ഓഫ് സാൽമോണല്ല ഇൻ ഫാം ആനിമൽ. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡിറ്റർജന്റ് ഇന്റർഫിയർ വിത്ത് സ്വീവേജ് ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ ഈ പറയുന്നത് പോലെ എന്താണ്, സ്വീവേജ് ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര കോമൺലി കണക്റ്റഡ് ആണ്, അത് കാരണം വരാം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഹൗസ് ഹോൾഡ് ഡിറ്റർജൻസ് ആണ് അതിന് ഇന്റർഫിയറൻസ് വരുന്ന കേസ്. ആൻഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിപ്പയർഡ് ഫുഡ്. സോ ഈ പറയുന്നത് പോലെ എന്താണ്, നമ്മളിപ്പം ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡുകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ കുറ്റം പറയുന്നതല്ല, ചില ആൾക്കാർക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പോപ്പുലേഷൻസിനൊക്കെ കൊടുക്കലുണ്ട്. അപ്പം അതുവഴിയൊക്കെ മേ ബി വന്നേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ സാൽമണല ഫുഡ് പോയ്സണിങ് ആയി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസുകളാണ് പറയാൻ പോകുന്നത്. എപ്പിഡമിയോളജിക്കൽ സ്പെല്ലിംഗ് തെറ്റിപ്പോവും, എന്നാലും കുഴപ്പമില്ല. ഡിറ്റർമിനൻസ്. സോ സോഴ്സ്. സോ ഈ പറയുന്നത് പോലെ സാൽമണലയുടെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് എന്റെ ചോദ്യം.
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പഠിച്ചൊരു ഓർമ്മയിൽ സാൽമണൽ എവിടെ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. സോ ആക്ച്വലി ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാറ്റഗറീസ് ഉണ്ട്. നമ്മളിപ്പോ അതങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് നാവെടുത്ത് അങ്ങോട്ട് അകത്തോട്ട് ഇട്ടതേ ഉള്ളൂ അല്ലെ. സോ ഇവിടെ ഹ്യൂമനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, ഒരു ഹ്യൂമനെ സംബന്ധിച്ച് നോക്കുവാണ് എന്നുണ്ടെങ്കിൽ ഈ സാൽമണല്ലേ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്പെല്ലിംഗ് തെറ്റ ഹ്യൂമൻ കാരിയർ ആണ്. ഒരു ഹ്യൂമൻ എന്ന് പറയുന്നത് ടെമ്പററി ഹ്യൂമൻ കാരിയറായിട്ടാണ് സാൽമണല്ലേ നമ്മളെ ഹ്യൂമനെ കാണുന്നത്. പക്ഷേ അവിടെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ക്യാരിയിങ് ഫേസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ക്യാരിയിങ് ഫേസിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടോടാ? ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 12 to 24 hours ആണ്. 12 to 24 hours ആണ്. സോ മെക്കാനിസം ഓഫ് ഫുഡ് പോയിസണിങ് എങ്ങനെയാണെന്ന് ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ സാൽമോണല്ല എന്ന് പറയുന്ന ഫുഡ് നമ്മൾ കഴിക്കും, ഇൻജസ്റ്റ് ചെയ്യും. നമ്മൾ അകത്തേക്കോ നല്ല പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന പോലെ നല്ല പൊറോട്ടയും ബീഫും കഴിച്ചു, അല്ലെ സാൽമോണല്ല ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ അകത്തേക്ക് എടുത്തു. ഓക്കെ, അകത്തേക്ക് എടുത്തു കഴിഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കുക, ഫുഡ് എല്ലാം അകത്തേക്ക് എടുത്തു കഴിഞ്ഞു നേരെ നമ്മുടെ ഇൻഡസ്ട്രീനിലേക്ക് സ്റ്റൊമക്കിന് ഇൻഡസ്ട്രീനിലേക്ക് ചെല്ലും അല്ലെ. സോ ഇതെന്ത് വെച്ചാല് നമ്മുടെ ഈ ഇൻഡസ്ട്രീനിൽ വന്നതിന് ശേഷം അവിടെ എന്ത് ചെയ്യും, കൊളൈറ്റിസുകൾ ഉണ്ടാക്കും. സോ അവിടെ വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് ഫീവർ. നമുക്ക് നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ഈ പറയുന്ന എൻട്രൈറ്റിസോ അല്ലെങ്കിൽ ഈ എൻട്രൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞ ശേഷം നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഫീവർ ഉണ്ടാവും, ചില്ലുണ്ടാകും, നൗഷ്യ ഉണ്ടാകും, വൊമിറ്റിംഗ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ഒരു വാട്ടറി ഡയറിയാണ്, നല്ല പച്ച വെള്ളം പോലെ വയറ്റിൽ നിന്ന് തൂറ്റലായിരിക്കും. ഓക്കെ, സോ ഇതൊരു 2 മുതൽ 3 ദിവസം വരെ 2 to 3 days ഈ പറയുന്ന ഈ വാട്ടറി സ്റ്റൂൾസ് നോർമലി ഉണ്ടാവാറുണ്ട്. പിന്നെ അതിനുശേഷം അത് നിൽക്കും. പക്ഷെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ ലൈക്ക് 1% ആണ്. ഓക്കെ, സോ ഇത് സിവിയർ ആവാറുണ്ട്, ഒരു വീക്കിലൊക്കെ മേലെ പോവാറുണ്ട്. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന ഈ സാൽമണല്ലേ നമ്മളൊരു ടെമ്പററി ഹ്യൂമൻ കാരിയറാണ് കാണുന്നത്. സോ ഇൻക്യുബേഷൻ 12 to 24 hours ആണ്. സോ ചില്ല്, നൗഷ്യ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. സോ നമ്മൾ കുറച്ചൊന്ന് വീക്കർ ആകും എന്നുള്ളതാണ്. പിന്നെന്താ പറഞ്ഞത്, ഒരു 3 days വരെ ഒക്കെ, അത് 2 to 3 days വരെ അത് നീണ്ടു നിൽക്കാം എന്നുള്ളതാണ്. ആൻഡ് വാട്ടറി സ്റ്റൂൾസ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് സ്ലൈഡ് നോക്കിയാലോ, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഏജന്റ് ദ സ്പീഷീസ് മോസ്റ്റ് ഓഫ് ഇൻക്രിമിനേറ്റ് ഇൻ ദ ഹ്യൂമൻ ഔട്ട്ബ്രേക്ക് ഇതാണോ? ഓക്കെ, ഞാൻ എപ്പിഡമോളജിക്കൽ ഈ സ്ലൈഡ് ഞാൻ മിസ് ചെയ്തു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം. സോ ടെമ്പററി ഹ്യൂമൻ കെയർ ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു പ്രോബ്ലം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, ആക്ച്വലി ഹ്യൂമൻ ഒരു ടെമ്പററി ഹ്യൂമൻ കാരർ ആയിട്ടും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ദേ ആർ സീയിങ് ആസ് ഒരു ടെമ്പററി കാരേഴ്സ് ആയിട്ട്. ഇൻക്യുബേഷൻ 12 to 24 hours ആണ്. മെക്കാനിസം ദ കോസറ്റീവ് ഓർഗൻ ഓൺ ദ ഇൻജക്ഷൻ മൾട്ടിപ്ലൈ ഇൻ ദ ഇൻഡസ്ട്രൈൻ ആൻഡ് ഗീവ് റൈസ് ടു അക്യൂട്ട് എൻട്രൈറ്റിസ് ആൻഡ് colitis. And once it is generally sudden with a chill, fever, nausea, vomiting, and profuse watery diarrhea, which usually lasts 2 to 3 days. And mortality is about 1%. And convulsion carrier stage lasts for several weeks may occur. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ സാധനം നമ്മൾ ടെമ്പററി കാരിയറായിട്ട് കാണാറുണ്ട്. ഇനി നമ്മുടെ ബോഡിയിൽ ഒരു ലോങ്ങർ ഡ്യൂറേഷനിലും നിൽക്കാറുണ്ട്. അത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വീക്സിലേക്ക് മാറും. ടെമ്പററി ആയിട്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പററി ആയിട്ടാണ് നമ്മൾ കാണുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ടെമ്പററി ആണെന്നുണ്ടെങ്കിൽ യെസ്, അതൊരു കുറച്ചൊരു പറയുന്ന പോലെ ഒരു വീക്കിലൊക്കെ തീരും. പക്ഷെ നമ്മുടെ ബോഡിയിൽ അത് കുറെ നാള് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസ് ഒരു സിവിയർ സാധനം. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏജൻസുകളാണ്. സോ ഏജൻസ് സോ ഇതിനണ്ടറിൽ തന്നെ സാൽമോണല്ല, ടൈഫിമുറിയം അല്ലെങ്കിൽ സ്റ്റിഫിമോറിയം, സാൽമോണല്ല, കൊളറ സിയൂസ്, സാൽമോണല്ല എൻട്രൈറ്റൈഡിസ് എന്നൊക്കെയാണ് ഈ പേരുകളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ പേരുകൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ എവിടെ നിന്നൊക്കെയാണ് സാൽമോണല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പല സോഴ്സ് പറഞ്ഞു. എന്നാൽ പ്രൈമർലി എന്തൊക്കെയാണ് വരിക? ദ ഫസ്റ്റ് വൺ ഈസ് ഡിസീസ്ഡ് ആനിമൽ. ഡിസീസ്ഡ് ആനിമൽ നിന്നാണ് ഫസ്റ്റ് സോഴ്സ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, സോ അവിടെ നിന്ന് ഇപ്പൊ എക്സാമ്പിൾ പോൾട്രി ഒക്കെ ഇല്ലേ, പോൾട്രി
എന്താണ് കോഴി ആ സാധനം കണ്ടാമിനേറ്റ് പോൾട്രി, പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് കണ്ടാമിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ സോസേജ് അറിയാം, സോസേജ് എന്തുവാ, ഈ പന്നീന്റെ ഒക്കെ കുടലെടുത്തിട്ട് അതിനകത്ത് നമ്മള് ചിക്കൻ ഫില്ല് ചെയ്യുന്ന പിഗ് സോസേജ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്, അടിപൊളി, ഞാൻ കഴിച്ചിട്ടുണ്ട്. എഗ്സ് ആൻഡ് റാറ്റ്സ്, മൈസ്, ഓക്കെ, അത് റാറ്റ്സും മൈസും ഒക്കെ അത് സോഴ്സ് ആണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഫുഡ് സോഴ്സും ഉണ്ട്, നമുക്ക് ആനിമൽ സോഴ്സും ഉണ്ട്. ഇതൊക്കെ ഹെവിലി ഒക്കെ ഭയങ്കരമായിട്ട് കണ്ടാമിനേറ്റ് ആണ്. ഇപ്പൊ റാറ്റും മൈസും ഒക്കെ ഹെവിലി കണ്ടാമിനേറ്റ് ആണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് ഗ്രെയിൻസിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇത് വന്നിട്ട് അങ്ങോട്ട് ഒരു മൂത്ര ഒഴിപ്പുണ്ട്, എന്നിട്ട് ഫീസസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങ് പോകും. ഇത് വെച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, നമുക്കത് പിന്നെ നമ്മളടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പണി വരും. ഓക്കെ, സോ ഇതിനകത്ത് പറയുന്നത് ഏജന്റ് ദ സ്പീഷീസ് മോസ്റ്റ് ഓഫൺ ഇൻക്രിമിനേറ്റ് ഇൻ ഹ്യൂമൻ ഔട്ട്ബ്രേക്ക് ഏതൊക്കെയാണ്, ചിഫി മുറിയം, സൽമോണലെ കൊളറ സീഡ്സ് ആൻഡ് സൽമോണ എൻട്രൈറ്റിസ് ബിസിറ്റ് മെനി അതേഴ്സ്. Salmonella is primarily a disease of animal. Man get the infection from the farm animal and poultry through contaminated meat, milk products, sausage, custard, egg and egg products, rat and mice are another source. They're often heavily infected and contaminate food stuff with the urine and feces. സോ യൂറിനും ഫീസീസ് വഴി എന്ത് ചെയ്യാം, ഇത് നമുക്ക് പടരാമെന്നുള്ളതാണ്. സോ ഇത് നെക്സ്റ്റ് പറയാമോ, സ്റ്റെഫലോകോക്കസ് ഫുഡ് പോയ്സണിങ്ങിന്റെ തന്നെ ആ ഒരു പിക്ചർ ആണ്, കണ്ടോ, ഈ ഇതുപോലെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ ചുമപ്പും തടുപ്പും ഒക്കെ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഇങ്ങനെ കാണലുണ്ട്. ഇതൊരു പിക്ചറാണ്, പിക്ചറൽ റെപ്രസെന്റേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് എഴുതാതെ വായിക്കാം. ഓക്കെ, സോ ഇറ്റ് ഇസ് എ കോമൺ ആൻഡ് സാൽമണല്ല ഫുഡ് പോയ്സണിങ്. സോ സ്റ്റെഫലോകോക്കസ്, ഒരു മിനിറ്റ്. ഓക്കെ, സാൽമണല്ല ഫുഡ് പോയ്സൺ നമ്മൾ പറഞ്ഞു, അപ്പം ഇതുവരെ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്നത് സ്റ്റെഫലോകോക്കസ് ഫുഡ് പോയ്സണിങ് ആ പറയാൻ പോകുന്നത് കേട്ടോ. സ്റ്റെഫലോകോക്കസ്. സോ സ്റ്റെഫലോകോക്കസ് ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന സാൽമോണല്ല ഫുഡ് പോയ്സണിങ്ങിനെ പോലെ തന്നെ ഇറ്റ്സ് വെരി കോമൺ. ഇറ്റ്സ് വെരി കോമൺ ആണ്, എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സാധനം തന്നെയാണ്. എന്ത്, ഈ പറയുന്ന നമ്മുടെ ഈ ഒരു സാൽമോണല്ല ഫുഡ് പോയ്സൺ പോലെ സ്റ്റെഫലോകോക്കസും കാണാം. സ്റ്റെഫലോകോക്കസ് മിക്കവാറും ഒക്കെ ഹോസ്പിറ്റലിൽ 2-3 കേസ് എപ്പോഴും കാണാം കേട്ടോ. സോ ഏജൻസ് പറയുവാണെങ്കിൽ എന്തൊക്കെ ഏജൻസ് ആണുള്ളത്, എന്ററോടോക്സിൻസ് ഓഫ് എന്തിന്റെ ഒക്കെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. സ്റ്റെഫലോകോക്കസ് ഔറസ് ഒക്കെയാണ് വരിക. അതിൽ തന്നെ 2-3-5-6 കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. സോ പിന്നെ അത് മാത്രമല്ല, ഇതിനൊരു ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഉണ്ട്, എന്നാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, 35 to 37 degrees Celsius. പക്ഷെ ഈ ഒരു സാധനം എന്താണെന്നറിയോ, ലൈക്ക് ഈ ഒരു സാധനം നമ്മളെ ഹ്യൂമൻ ബോഡിക്കകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ടോക്സിൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ടോക്സിൻസ് എങ്ങനെ നശിപ്പിക്കാൻ പറ്റും, ഈ സാൽമണല്ല ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നതും സ്റ്റെഫലോകോക്കസും ഒക്കെ നമ്മൾ നശിപ്പിക്കാൻ പറ്റുക ഹീറ്റ് കൊടുത്തിട്ടാണ്. അതിന് ഒരു ടൈം ഉണ്ട്. നമ്മളിപ്പോ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ നല്ല വെട്ടി തിളപ്പിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റിന് മേലെ തിളപ്പിക്കുക എന്നുള്ള കാര്യമുള്ളൂ. സോ സാൽമണലിനെ പോലെ തന്നെ ഈ സ്റ്റെഫലോകോക്കസ് സെയിം തന്നെയാണ്. പിന്നെ അതിൽ തന്നെ ടോക്സിൻസുകൾ വരാം. പിന്നെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ 35 to 37 ടോക്സിൻസ് ഒക്കെ ഡെവലപ്പ് ആവും. ഓക്കെ, നമുക്ക് നോക്കിയാലോ. സോ it is a common salmonella food poisoning, acid food poisoning, and enterotoxins of certain strain of Coagulase positive Staphylococcus aureus. At least 5 different enterotoxin has been identified. അഞ്ചെണ്ണം ടൈപ്പ് ഉണ്ട്, ആൻഡ് a sixth may exist. ഇനി ആറാമത്തത് ഓൺ ഡിസ്കവറിയിലാണ്. ടോക്സിൻസ് ക്യാൻ ബി ഫോംഡ് അറ്റ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഓഫ് 35 to 37 degrees. കണ്ടോ, ഈ സെയിം സാധനം, ഈ 35 to 37 എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര കറക്റ്റ് ആണ്. ദീസ് ടോക്സിൻസ് ആർ റിലേറ്റീവ്ലി ഹീറ്റ് സ്റ്റേബിൾ ആൻഡ് റെസിസ്റ്റന്റ് ബോയിലിംഗ് ഫോർ 30 minutes or more. കണ്ടോ, അതായത് ഇത് ഹീറ്റ് സ്റ്റേബിൾ ആണ്, 30 മിനിറ്റിൽ തിളപ്പിച്ച് കഴിഞ്ഞ് വെച്ചാൽ പോലും എന്ത് ചെയ്യില്ല, അത് നശിച്ചു പോകണം എന്ന ഒരു നിർബന്ധവും ഇല്ല. അല്ലെങ്കിൽ 30 അതിന്റെ ഒരു എന്താ പറയാ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് വെള്ളമൊക്കെ തിളപ്പിക്കുക, നല്ല വെട്ടി തിളപ്പിക്കുക, കുറെ നേരം തിളപ്പിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറെയൊക്കെ ചത്തു പോകുമായിരിക്കും. പിന്നെ നമ്മളെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ കുറെയൊക്കെ ചത്തു പോകും. പിന്നെ അത് അത്രയും നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ, നമ്മൾ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആണെങ്കിൽ അപ്പൊ തന്നെ പണിയിട്ടുള്ളൂ. സോ ഇനി പറയാൻ പോകുന്നത് സ്റ്റെഫലോകോക്കസ് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, ഏത് വഴി പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ സ്റ്റെഫലോകോക്കസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സ്കിന്ന്, നോസ്, ത്രോട്ട്, ഇത്രയും സാധനങ്ങള് അതിന്റെ കവാടമാണ്.
ആക്ച്വലി അവിടെ കൂടെയൊക്കെ സുഖമായിട്ട് കയറി പോവാം. അപ്പം ആക്ച്വലി നമ്മുടെ ഇപ്പം മെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ മെന്നായാലും ആനിമൽസ് ആയാലും നമ്മുടെയൊക്കെ ബോഡിയിൽ ഈ സാധനം എവിടെയെങ്കിലും ഒക്കെ കിടപ്പുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴാണോ ഈ പറയുന്നത് പോലെ ഇഷ്യൂസ് വരും, നമ്മൾ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ആവുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂസ് വരിക, അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് ഇത് ചാടി കയറി പിടിക്കുക. നമ്മൾ ദേഹത്തൊക്കെ ഉണ്ടാവും കേട്ടോ, എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് ഒരു ആക്റ്റീവ് ഫേസ് എന്ന് പറയുമല്ലോ, അതുപോലെ. സോ ഇനി അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഈ പ്രൊഡക്ട്സ്, ഫുഡ് പ്രൊഡക്ട്സ് ലൈക്ക് മിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സിലൊക്കെ ഈ സാധനം ഉണ്ടാവാറുണ്ട്. കാര്യം ഇതിനെയൊന്നും നമുക്ക് അധികം ചൂടാക്കാൻ പറ്റില്ല. മിൽക്ക് പ്രൊഡക്ട്സുകൾ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കസ്റ്റാർഡ് ഒക്കെ ഇല്ലേ, കസ്റ്റാർഡ് ഇപ്പം ഒരുപാട് പേർക്ക് അറിയാം, ഉപയോഗിക്കുന്ന സാധനം കസ്റ്റാർഡ്. ഈ സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികമായിട്ട് തിളപ്പിക്കാൻ പറ്റില്ല, അപ്പൊ അല്ലെങ്കിൽ ചൂടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. So Staphylococcus ubiquitous in nature and are found on in skin, in the nose and throat of man and animal. They are a common agent of boils and pyrogenic infection of man and animal. Cows suffering from mastitis have been responsible for outbreak of food poisoning involved milk and milk product. ഉണ്ടോ, പശുക്കൾക്ക് മാസ്റ്റൈറ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദ ഫുഡ് ഇൻവോൾവ് സാലഡ്, കസ്റ്റർഡ്, മിൽക്ക് പ്രൊഡക്റ്റ് വിച്ച് ഗെറ്റ് കണ്ടാമിനേറ്റ് ബൈ സ്റ്റഫിലോകോക്കസ്. കണ്ടോ, നമുക്കിപ്പോ സാലഡ്സും മിൽക്ക് പ്രൊഡക്ട്സ് നമുക്ക് തിളപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അപ്പം നമ്മൾ ഒരു പരിധിക്ക് ശേഷം നമ്മൾ ഈ തിളപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ചൂടാക്കാനും പറ്റാതെ വരിക എന്നുള്ള കേസിലേക്ക് പോവുകയും അങ്ങനെ അവിടെ സ്റ്റെഫിലോകോക്കസിന്റെ ഫർദർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പശുവിന്റെ കേസിൽ ഏതാണ് മാസ്റ്റൈറ്റിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലത്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് എൻ ഇൻക്യുബേഷൻ പീരീഡ് അല്ലെ. സോ ഇൻക്യുബേഷൻ പീരീഡ് വെച്ചാൽ എത്രയാണ്, 1 to 8 hours ആണ്. 1 to 8 hours ആണ്. ഇത് വേണമെങ്കിൽ കുറഞ്ഞിരിക്കാം, ടോക്സിൻ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡെവലപ്പ് ആയി എന്നുള്ളത് വെച്ചിട്ടും ഇരിക്കാം എന്നുള്ളതാണ്. സോ ഫുഡ് പോയിസണിങ് കാരണം അല്ലെങ്കിൽ ഈ ഒരു പറയുന്ന പോലെ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ ഒരു സാധനം, ഈ ടോക്സിൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ ബോഡിയിൽ വരുന്നു, ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. പക്ഷേ നമ്മളെ ബോഡിയിൽ വൺസ് എൻ്റർ ആയാൽ വേണമെങ്കിൽ ഈ ടോക്സിൻസിന് ഇൻഡസ്റ്റൈനെയും അതിന്റെ കൂടെ CNSനെയും ബാധിക്കാം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നോക്കിയാലോ, ഇൻക്യുബേഷൻ പീരീഡ് എന്താണ്, 1 to 8 hours ആണ്. ദ ഇൻക്യുബേഷൻ പീരീഡ് ഷോർട്ടർ ബിക്കോസ് ഓഫ് ദ പെർഫോംഡ് ടോക്സിൻസ്. സോ ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ അതിലും പിന്നെയും ഷോർട്ടൺ ആവാന്നുള്ളതാണ്, ഒരു നിർബന്ധമില്ല. ഇത്ര തന്നെ പറഞ്ഞ നിർബന്ധം 1 to 8 hours തന്നെ വേണം. 1 to 8 hours അടാ, അത് നിങ്ങളിപ്പോ കഴിച്ചു വിത്തിൻ 1 hour നിങ്ങൾക്ക് ഫുഡ് പോയിസൺ അടിക്കും. മനസ്സിലായോ? ഫുഡ് പോയിസണിങ് റിസൾട്ട് ഫ്രം ഇൻജക്ഷൻ ഓഫ് ടോക്സിൻ പ്രൊഡക്ഷൻ ദ ഫുഡ് ഇൻ വിച്ച് ബാക്ടീരിയ ഹാവ് ഗ്രോൺ. സിൻസ് ദ ടോക്സിൻ is heat resistant, it can remain the food after the organism have died. The toxin act directly on the intestine and the CNS. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പം ഇങ്ങനെയൊക്കെ മരിച്ചുപോയ പശുക്കളെ, ഇപ്പൊ അസുഖം വന്ന് ചത്തുപോയിട്ടുണ്ടാവും, ഡോക്ടർമാരൊക്കെ സർട്ടിഫൈ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഈ അറവശാലയെ കൊണ്ടുപോയിട്ട് ഇതെടുത്തിട്ട് അങ്ങോട്ട് ഇവര് സെയിൽ ചെയ്യും. കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ആക്ച്വലി ഇതിനകത്ത് ചിലപ്പോൾ കണ്ടാമിനേറ്റ് ആയിരിക്കും. ഈ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലേക്ക് പോവുകയും പിന്നെ അത് ഫർദർലി നമുക്ക് ഫുഡ് പോയിസണിങ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. സോ മെക്കാനിസം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൽനെസ് ബിക്കം മാനിഫെസ്റ്റ് ബൈ സഡൻ ഓൺസെറ്റ് ഓഫ് വോമിറ്റ്, abdominal cramp, diarrhea. In the severe case, blood and mucus may appear. Unlike salmonella food poisoning, staphylococcus food poisoning rarely cause fever. Death is uncommon. ഡെത്ത് വെരി അൺകോമൺ ആണ്. സോ ഇനി പറയാൻ പോകുന്ന ജി ബോട്ടിലിന്. എന്താണ് ജി ബോട്ടിലിന്? സോ എന്താണ് ബോട്ടിലിന്? സോ ചിലപ്പോൾ ചോദിക്കാം, ഈ ബോട്ടിലിസം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജി ബോട്ടിലിസം ആണല്ലോ. അപ്പൊ ഈ ബോട്ടിലിസം എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ബൊട്യൂളസ് ലാറ്റിൻ വേർഡ് ഓഫ് സോസേജ് എന്നുള്ള ഒരു വാക്ക്. സോസേജ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഈ 90s കിഡ് അല്ലേ, നിങ്ങൾ 90s കിഡ് ആയിരിക്കുമല്ലോ ഐ ബിലീവ്. അപ്പം ഈ ഒരു സോസേജ് പോലെ ഇങ്ങനെ ഉണ്ടാവും. ടോം ആൻഡ് ജെറി, ടോം എടുത്ത് ഇങ്ങനെ എടുക്കുന്നു, അതിനെടുത്ത് എറിയുന്നു, കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ. ആ സാധനമാണ് സോസേജ്. കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. സോസേജ് ബർഗേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. KFC-ലൊന്നും ഉണ്ടാവില്ല, അല്ലാതെ തന്നെ നിങ്ങൾ പുറത്തുനിന്നൊക്കെ സോസേജ് കിട്ടും. ഓക്കെ,
സോ ബോട്ടുലിസം ഡിറൈവ്ഡ് നെയിം ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഫ് സോസേജ് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ മോർ സീരിയസ് കേസ്, പക്ഷെ റയർ ആണ്. മോർ സീരിയസ് ബട്ട് റയർ. മോസ്റ്റ് സീരീസ് ആണ്, പക്ഷെ എന്താണ്, റയർ ആണ് എന്നുള്ളതാണ്. സോ ആക്ച്വലി ഇറ്റ് കിൽസ് 2/3 ഓഫ് ഇറ്റ്സ് വിക്ടിം. ആക്ച്വലി ഇപ്പൊ നമ്മൾ ആൾക്കാരെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 പേരൊക്കെ തട്ടി കൊല്ലൂട്ടാം. സോ ഏജന്റ് നോക്കാം. ഏജൻസ് പറയുവാണ് എന്നുണ്ടെങ്കിൽ ആടുന്നു പേണ തെളിയുന്നില്ല, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല കേട്ടോ. Let me see. ഓക്കെ, വാട്ട് എവർ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഏജൻസ് നോക്കാം. സോ നോക്കിയേ, ബോട്ടുലിസം ഡിറൈവ്ഡ് ഇറ്റ്സ് നെയിം ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഫ് സോസേജ്, മോസ്റ്റ് സീരിയസ് ബട്ട് റെയർ. ഇറ്റ് കിൽ 2/3 ഓഫ് ഇറ്റ്സ് വിക്ടിം, അല്ലെ, 2/3 ഓഫ് ഇറ്റ്സ് വിക്ടിമിനെ കൊല്ലും. ആൻഡ് ഏജന്റ് എക്സോട്ടിക് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ജനറലി ടൈപ്പ് എ, ബി ഓർ ഇ. സോ ഈ ഒരു ഇത് മറന്നു പോകരുത്, എന്താണ്, ബോട്ടുലിസം ജനറലി ടൈപ്പ് എ, ബി ഓർ ഇ ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ പേന തെളിഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് സോഴ്സ് നോക്കാം. സോഴ്സ് ഏതൊക്കെയാണോ നമുക്ക് നോക്കാം. ഈ ഓർഗാനിസം സോയിൽ, ഡസ്റ്റ്, പിന്നെ വാട്ടർ ഒരു പ്രശ്നക്കാരിയാണ്. വാട്ടർ, ഈ വാട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, അതായത് ഹ്യൂമൻസിന്റെ ഒക്കെ ഇൻഡസ്ട്രിയൽ ട്രാക്ടിലേക്ക് ഈ ബാക്ടീരിയ പോയിരുന്നിട്ട് അവരുടെ ഫീക്കൽ മാറ്ററിൽ നിന്ന് വാട്ടർ ബോഡിയിലേക്ക് വന്നിട്ടാണ് ഇത് വരേണ്ടാവുക നോർമലി. സോ ഈ ഹോം പ്രിസർവ്ഡ് ഫുഡ്, പിന്നെ ക്യാൻഡ് ഫുഡില്ലേ, ഈ ക്യാനിനകത്ത് കിട്ടുന്ന ഫുഡ്, അത് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ക്യാൻഡ് ഫുഡ് അതിലൊക്കെ കാണാറുണ്ട്. പിന്നെ വെജിറ്റബിൾസ്, ഈ വാഷ് ചെയ്യാത്ത വെജിറ്റബിൾസുകൾ, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള അസിഡിക് ഫുഡ്സ് ഉണ്ടാവും. ഹോം മെയ്ഡ് ലോ അസിഡിക് ഫുഡ്സ് ലൈക്ക് പിക്കിൾസ് ഇല്ലേ, ഇപ്പം എന്താണ് കുക്കുംബർ പിക്കിൾ, അങ്ങനെയൊക്കെ പറയുന്ന പല കാറ്റഗറി ഉണ്ടാവും. അതൊക്കെയാണ്. ഇറ്റ് ഡു ഹാവ് എ ഇൻക്യുബേഷൻ പീരീഡ്. എത്ര എത്രയായിരിക്കും ഇൻക്യുബേഷൻ പീരീഡ്? ഒന്ന് ഗസ് ചെയ്തേ, ഒന്ന് പെട്ടെന്ന് ഗസ് ചെയ്തേ, എത്രയായിരിക്കും മനസ്സിലുണ്ടാവും? 5 ആണോ 6 ആണോ? ആക്ച്വലി ഇറ്റ് ഹാവ് 18 to 36 hours. 18 to 36 hours ആണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വരിക. സോ എക്സോട്ടിക് ഓഫ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിയം ജനറലി ടൈപ്പ് എ, ബി ഓർ ഇ ആണ്. The organism is widely distributed in soil, dust and the industrial tract of animal and end of food as a spore. കണ്ടോ, അത് ഡസ്റ്റും ഇൻഡസ്ട്രിയൽ ട്രാക്ട് ഓഫ് ആനിമൽസിൽ ഉണ്ടാവും, അത് ഫുഡിൽ സ്പോർസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് ദീസ് ഫുഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി റെസ്പോൺസിബിൾ ഫോർ ബോട്ടുലിസം ആൻഡ് ഹോം പ്രിസർവ്ഡ് ഫുഡ് സച്ച് home canned vegetables, smoked or pickled fish, homemade cheese and similar low acid food. So it having an incubation period of 18 to 36 hours ആണ്. സോ ഇത് വലിയ സംഭവമുള്ള കാര്യം ആണോ? അല്ല, എളുപ്പമാണ് അല്ലേ? സോ ഓക്കെ, സോ ഈ പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഈ ടോക്സിൻസ് ഇല്ലേ, ടോക്സിൻസിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടോക്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ്. അത് ടോക്സിന്റെ സ്വഭാവമല്ല, എന്താണ് ടോക്സിൻ, എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെ ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ടോക്സിൻസ് അനേറോബിക് കണ്ടീഷനിൽ, അനേറോബിക് കണ്ടീഷനിൽ ഭയങ്കര മാനിന് അടിപൊളിട്ടിരിക്കും. ഇറ്റ്സ് വെരി സ്യൂട്ടബിൾ അണ്ടർ അനേറോബിക് കണ്ടീഷൻ, അല്ലെ? ഒന്നാമത് ഇറ്റ് ആക്ട് ഓൺ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. PNS-നെയാണ് ബാധിക്കുക. മറ്റ് CNS ആണെങ്കിൽ ഇവൻ PNS, പാരാ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനാണ് ബാധിക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ ഫുഡ് പോയിസണിങ് വന്നു കഴിഞ്ഞാൽ GI ഇൻഫ്ലമേഷൻ തൊട്ട് വൊമിറ്റിംഗ് തൊട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എന്റെ അണ്ടറിൽ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കാര്യമാണ്. പറയുന്ന പോലെ ഡിസ്പാജിയ, പിന്നെ നമ്മുടെ സോറിയാസിസ്, പിന്നെ ഡയറിയ, ബ്ലഡ് വിഷൻ, വാട്ട് എവർ തിങ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. എല്ലാം ഇറ്റ്സ് വെരി വെരി കോമൺ കേട്ടോ, അത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. സോ നമുക്ക് ജസ്റ്റ് സ്ലൈഡ് ഒന്ന് വായിക്കാം. സോ ദ ടോക്സിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫുഡ് അണ്ടർ സ്യൂട്ടബിൾ അനേറോബിക് കണ്ടീഷൻ. കണ്ടോ, അനേറോബിക് കണ്ടീഷനിൽ പുള്ളിക്കാരൻ ഭയങ്കര മിടുക്കനാണ്. ഇറ്റ് ആക്ട് ഓൺ ദ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, PNS-നെയാണ് ബാധിക്കുക. എന്താണ്, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, മറന്നു പോരുത്. പിന്നെ ബോട്ടുലിസം ഡിഫർ ഫ്രം ദ അതർ ഫോം ഓഫ് ഫുഡ് പോയിസണിങ് ഇൻ ദാറ്റ് ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ സിംറ്റം ആർ വെരി സ്ലൈറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ടിനെ അഫക്ട് ചെയ്യും, പക്ഷെ എന്നാൽ തന്നെയും എന്തില്ല,
ഈ പറഞ്ഞതുപോലെ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നുമല്ല ബാധിക്കുക. വളരെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ഛർദ്ദിക്കുക, പിന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അങ്ങനത്തെ കുറച്ച് കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മറ്റതുപോലെ ഭയങ്കരമായിട്ട് അൾസർ ഫോം ചെയ്യുക അങ്ങനത്തെ വലിയ സംഭവങ്ങൾ ഉണ്ടാവില്ല. പ്രോമിനന്റ് സിംറ്റം ആർ ഡിസ്ഫാജിയ, ഡിപ്ലോപ്പിയ, ടോസിസ്, പിന്നെ ഡിസാർത്തിയ, ബ്ലഡ് വിഷൻ, മസിൽ വീക്ക്നെസ്, ഈവൻ ക്വാഡ്രിഫ്ലെജിയ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് സിംറ്റംസുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിച്ചൊന്നും പോകണ്ട. ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിൾ പേരുകളാ. ഇനി പേര് കേൾക്കാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഇപ്പൊ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് റെഫർ ദ ഗൂഗിൾ. ഓക്കെ, ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം നമുക്ക് വരില്ല. ആൻഡ് ഫീവർ is generally absent and consciousness is retained, and the condition, the frequently fatal death occurs in 4 to 8 days later due to the respiratory or cardiac failure. കണ്ടോ, അതായത് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് റെസ്പിറേറ്ററി ഫെയിലുവറോ റെസ്പിറേറ്ററി ഓർ കാർഡിയാക് ഫെയിലുവർ കാരണം ആള് തട്ടിപ്പോവുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. എന്താണ്? റെസ്പിറേറ്ററി ഓർ കാർഡിയാക് ഫെയിലുവർ കാരണം ആള് തട്ടിപ്പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രശ്നം. അല്ലാതെ ബാക്കിയുള്ളത് പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ളത് വലിയ തട്ടിപ്പോകത്തില്ലല്ലോ, ഇത് തട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വേറെ കാര്യം, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ GI ട്രാക്റ്റിലുള്ള ചെറിയ ഇൻഫ്ലമേഷനും വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അത് അത്ര വലിയ എന്താണ്, നമുക്ക് അങ്ങനെ തോന്നില്ല, അത് അങ്ങനെ സിംറ്റംസ് ആയിട്ടുള്ളതായിട്ട് തോന്നില്ല. പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മറ്റുള്ള കാറ്റഗറീസിലായിരിക്കും പറയാം കേട്ടോ. സോ ഇനി പറയുന്നത് എപ്പിഡമോളജിക്കൽ ഡിറ്റർമിനൻസുകളാണ്. സോ ഇതിനകത്ത് പറയുന്നത് പേഷ്യന്റ് ഡു നോട്ട് ഡെവലപ്പ് ആന്റിടോക്സിൻ ഇൻ ദ ബ്ലഡ് സിൻസ് ടോക്സിൻ ഈസ് തെർമോ ലയബിൾ ആൻഡ് the heating of food which may be subject to 100 degrees Celsius for a few minutes before use will make it quite safer to consumption. ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ, അതായത് വെട്ടി തിളപ്പിച്ച് 100 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പോവും, ഇതൊക്കെ ചത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും വെള്ളവും ഒക്കെ നല്ലപോലെ തിളപ്പിക്കാൻ ശ്രമിക്കുക. കുറെയൊക്കെ ഒരു അരമണിക്കൂർ അങ്ങ് തിളപ്പിക്കുക ഇടുക, മനസ്സിലായോ? വലിയൊരു കലത്തിൽ അങ്ങ് ഇടുക, അപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പൊ എക്സാമ്പിൾ 1 ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ അതൊരു 3/4 ലിറ്റർ വെള്ളമാക്കി കുടിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഗ്യാസ് പോകുമെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത്, ഈ പറഞ്ഞതുപോലെ തടിയൊക്കെ വാങ്ങിയൊക്കെ ഇട്ട് കത്തിച്ചൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് 100 ഡിഗ്രി സെൽഷ്യസിന് മേലോട്ടൊക്കെ അങ്ങോട്ട് സർവൈവ് ചെയ്യില്ല. ആക്ച്വലി ഒരു 30 മിനിറ്റ്സും മോർ 30 മിനിറ്റ്സ്, ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല കേട്ടോ. ഓക്കെ, സോ ഈ ബോട്ടുലിസം ഒക്കേഴ്സ് ഇൻ ഇൻഫന്റ് വിച്ച് ഈസ് കോൾഡ് as ഇൻഫന്റ് ബോട്ടുലിസം. ഇൻഫന്റ് ബോട്ടുലിസം, കൊച്ചുകുട്ടികളിൽ ഉണ്ടാവുന്ന ബോട്ടുലിസത്തിന്റെ പേരാണ് എന്ത്? ഇൻഫന്റ് ബോട്ടുലിസം. മറന്നു പോകരുത്. സോ ഇവിടെ അവരുടെ ഗട്ടില്, അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ GI ട്രാക്റ്റിലായിരിക്കും അവിടെയും ബാധിക്കുക. അവർക്ക് ഉണ്ടാവുന്ന ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് IV ഒക്കെ ഇട്ട് ഡീഹൈഡ്രേഷൻ ഒക്കെ ഒഴിവാക്കി ഈ പറയുന്ന പോലെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ടേ കാര്യമൊക്കെ ഉള്ളൂ. സോ ബോട്ടുലിസം ഒക്കേഴ്സ് ഇൻ ഇൻഫന്റ് ഈസ് കോൾഡ് ഇൻഫന്റ് ബോട്ടുലിസം and is due to infection of the gut by C. botulism which subject to vivo production of toxins, and detoxins is of considerable value in prophylaxis of botulism. അത് നമ്മൾ ഈ പ്രോഫൈലക്സ് ആയിട്ട് നമ്മൾ ഇതിന്റെ ആന്റിടോക്സിൻസ് കൺസിഡർ ചെയ്യാറുണ്ട്. When a cause of botulism has occurred, antitoxin should be given to all individual partaking of the food. The dose varies from 50,000 to 1 lakh units. 1 ആണോ? 1s, 10s, 100, 1000, lakh, 10 lakh. ഓക്കെ, യൂണിറ്റ്സ് ഓഫ് IV യൂണിറ്റ്സ്. സോ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ടോക്സിൻസുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ ടോക്സിൻസും കൂടെ കൊടുക്കും. ആന്റിടോക്സിൻസ് കേട്ടോ, ആന്റിടോക്സിൻസ്, ടോക്സിൻ അല്ല ആന്റിടോക്സിൻ. സോ നമുക്ക് ആന്റിടോക്സിൻസ് അവൈലബിൾ ആണ്. ആന്റിടോക്സിൻ ആസ് എ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കുക. സോ ഫുഡ് പോയ്സണിങ് ബോട്ടുലിസം എന്താ നോക്കിയല്ലോ. ഫുഡ് പോയ്സണിങ് ബോട്ടുലിസ്റ്റില് നമുക്ക് നോക്കേണ്ടത് ഈ ആന്റിടോക്സിൻസുകള് ഇപ്പം പറയുന്ന പോലെ ഒരു മിനിറ്റ്, ഞാൻ ആ പേജ് സ്കിപ്പായി എന്നാ പോകുന്നത്. ഓക്കെ, ഒരു പേജ് സ്കിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് പറഞ്ഞുതരാം. സോ നോക്കോ, ദ ആന്റിടോക്സിൻ വിൽ ബി നോ അവെയിൽ if the toxin is already fixed to the nervous tissue. The guanidine hydrochloride give orally in dose of 50 to 40 mg per kg has been shown to reverse the neuromuscular block of botulism. കണ്ടോ, ഈ ബോട്ടുലിസം കാരണം നമുക്ക് ഈ ന്യൂറോമസ്കുലർ ബ്ലോക്ക് ഉണ്ടാവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്വാനിഡിൻ ഹൈഡ്രോക്ലോറൈഡ് കൊടുക്കാം. പിന്നെ ഓൾറെഡി ഈ പറയുന്ന പോലെ നെർവസ് ടിഷ്യൂനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഈ ടോക്സിൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല, നമുക്കത് കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്കത്
ഉപയോഗം ഉണ്ടാവില്ല. വെൻ കമ്പൈൻഡ് വിത്ത് ഗുഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കെയർ, ദ ഡ്രഗ് ക്യാൻ ബി യൂസ്ഫുൾ adjuvant treatment of botulism. Active immunization with the botulism toxin to prevent the botulism is also available. So ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ബോട്ടുലിസം ഉണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ എത്ര ആന്റിടോക്സിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ചില സമയത്ത് അത് ഭയങ്കര ഒരു ഫേറ്റൽ കണ്ടീഷനിലേക്ക് പോവാം. പക്ഷെ അതിന്റെ കൂടെ ഈ പറഞ്ഞതുപോലെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റുകളാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പ്രോപ്പർ കെയർ ആണെങ്കിലും അത് സഫീഷ്യന്റ് ആയിട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ആന്റിടോക്സിൻസുകൾ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് നെർവസ് ടിഷ്യൂ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നെ അത് ഇൻഎഫക്റ്റീവ് ആയി പോവുക, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഉപയോഗം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് വേറെ ഡ്രഗുകളിലേക്ക് പോവേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, സോ ഫുഡ് പോയ്സണിങ്, പെർഫ്രിഞ്ചസ്, ഓരോ പേരുകളെ. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഏജന്റ് നോക്കിയാലോ. സോ ഇതിന്റെ ഏജന്റ് എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം പെർഫിഞ്ചസ്. ഇതിന് നമ്മൾ വെൽഖി എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. സോ ഈ ഓർഗാനിസം ഹ്യൂമൻ, ആനിമലിന്റെ ഒക്കെ സ്പീസീസിലാണ് കാണുക. അതായത് ഈ പറയുന്ന ഹ്യൂമൻ വേസ്റ്റിലാണ് നോർമലി ഈ സാധനങ്ങൾ കാണാറുള്ളത് എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ സോയിൽ, വാട്ടർ, എയർ വഴിയൊക്കെ വരാം എന്നുള്ളതാണ്. സോ മേജർ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ മീറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഈ പോൾട്രി ഒക്കെ ഇല്ലേ, പോൾട്രി എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക. സോ ഫുഡ് നോർമലി സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ 24 hours മോർ ഓവർ ഫുഡ് നിങ്ങൾ നോർമൽ പ്രിസർവിങ് കണ്ടീഷനിൽ വെക്കാതിരിക്കുക. പിന്നെ കൺസപ്ഷന് മുന്നേ നിങ്ങൾ ഈ ചില ആൾക്കാര് പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് കഴിക്കുക. അതായത് ഒരിക്കലും പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. സ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോപ്പർ ആയിട്ട് ഫുഡ് ചൂടാക്കിയിട്ട് വേണം കഴിക്കേണ്ടത്. ചില ആൾക്കാർ പെട്ടെന്ന് വെക്കും. ഇപ്പൊ മൈക്രോവേവ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല, അത് ഒരു ടെമ്പറേച്ചറിൽ പെട്ടെന്ന് കയറിക്കോളും. ബട്ട് സ്റ്റിൽ ചില ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചൂടാക്കും എന്നിട്ട് മാറ്റും. പക്ഷെ ഫുഡ് ഫുള്ളി അത് ചൂടായി കുക്കാവുന്ന നിർബന്ധമില്ല. സോ ക്ലോസ്ട്രീഡിയം പെർഫിഞ്ചസ്. So the organism has been found in feces of human, soil, water, air. The majority outbreak has been associated ingestion of meat and dishes and poultry. The usual story is that food has to be prepared and cooked 24 hours or more before consumption and allowed to cook slowly at room temperature and then heated immediately before serving. Incubation 6 to 24 hours, the peak from the 10 to 14 hours. സോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമന്റെ ഫീസീസ് വഴിയിട്ടും അല്ലെങ്കിൽ സോയില്, വാട്ടർ വഴിയൊക്കെ നമുക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ മീറ്റ്, ഡിഷസ്, പോൾട്രി എന്നൊക്കെ നമുക്ക് പണി കിട്ടാം എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുഡ് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കുന്നതിന് നമ്മളിപ്പം എക്സാമ്പിൾ കഴിക്കുന്നതിന് 24 hours അല്ലെ, എന്താണ് ഹാസ് ടു ബി പ്രിപ്പയർഡ് ആൻഡ് കുക്ക്ഡ് 24 hours ഓർ മോർ ബിഫോർ കൺസപ്ഷൻ. നമ്മൾ കഴിക്കുന്നതിന് 24 hours അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ലൈക്ക് വെക്കണം എന്നുള്ളതാണ്. ആൻഡ് അലോ കൂൾ സ്ലോലി അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ പയ്യെ കൂൾ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. ആൻഡ് ദെൻ ഹീറ്റഡ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ സെർവിങ്. സോ നമുക്ക് ഇതിനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കൊല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ ഹീറ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ സെർവിങ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്യാൻ പറയുന്നുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിന്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ചുമ്മാ ചൂടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, നല്ലപോലെ ചൂടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലായോ? അതായത് റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്ത് തണുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വെറുതെ ചൂടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, ചെറിയ ചൂടാക്കി കൊടുക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടാക്കി അത് ഈ സ്ലോലി ചൂട് കയറ്റി എന്ത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ്, എക്സാമിന് ചോദിക്കില്ല കേട്ടോ. സോ മെക്കാനിസം ഓഫ് ഫുഡ് പോയ്സണിങ്. The spores can survive cooking and if cooked meat and poultry are not cooled enough. കണ്ടോ, അതായത് ഈ പറയുന്ന ഈ സ്പോർസുകൾ എന്ത് ചെയ്യാം, ഈ ഫുഡിൽ സർവൈവ് ചെയ്യും. ഇഫ് ദ കുക്ക് മീറ്റ് ആൻഡ് പോൾട്രി ആർ നോട്ട് കൂൾഡ് എനഫ്, പ്രോപ്പറായിട്ട് കൂൾ ചെയ്തില്ലെങ്കിൽ they will germinate. The organism multiply between 30 to 50 degree and produce a variety of toxins. So 30 മുതൽ
50 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ടോക്സിൻസുകൾ ഉണ്ടാക്കി അങ്ങോട്ട് തരും. എന്നാ കൊണ്ടുവെക്കോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എക്സാമ്പിൾ ആൽഫ ടോക്സിൻ ആൻഡ് തീറ്റ ടോക്സിൻ. സോ ആൽഫ തീറ്റ പ്രിവെൻഷൻ കൺസിസ്റ്റ് either of food cooking food just before consumption if it has been stored or wrapped and adequate cooling. സോ ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പർലി സ്റ്റോർ ചെയ്യുക, പ്രോപ്പർലി എന്ത് ചെയ്യുക, നമ്മൾ adequate കൂളിംഗ് കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആഹാരം എപ്പോഴും കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ചൂടാക്കുക, ചൂടാക്കിയിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ ഇപ്പൊ 24 hours മുന്നേ ഉണ്ടാക്കിയ സാധനം, ഇപ്പൊ എക്സാമ്പിൾ 24 hours മുന്നേ പുറത്തു വെക്കാൻ പറ്റത്തില്ല. മിക്കവാറും നമ്മൾ എന്താ ചെയ്യുക, ഫ്രിഡ്ജിനകത്തൊക്കെ ആയിരിക്കും വെക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ കൂൾ ചെയ്യുക, സോറി നല്ലപോലെ ടെമ്പറേച്ചർ കയറ്റുക, കൂൾ ചെയ്യാതെ ടെമ്പറേച്ചർ കയറ്റുക എന്തുവേണം ചെയ്യേണ്ടത് കേട്ടോ, മറന്ന പോലെ. സോ നെക്സ്റ്റ് വൺ ഈസ് ബാസിലം സെറസ്. അത്രേ ഉള്ളൂ കേട്ടോ. ബാസിലം സെറസ് ഈസ് an anaerobic spore bearing motile gram positive rod കേട്ടോ. gram positive rod ആണ്, gram positive rod. It is the ubiquitous in soil and raw, dried and processing food. The spores can survive cooking and germination and multiply rapidly when food is heated at a favorable temperature. കണ്ടോ, ഫുഡ് നമ്മളൊരു ഫേവറബിൾ ടെമ്പറേച്ചറിൽ വെച്ചാല്, എന്താണ് നമ്മൾ ഫുഡ് നമ്മൾ അതിന്റെ ഒരു ഫേവറബിൾ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അത് റാപ്പിഡ്ലി എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, ജെർമിനേറ്റ് ചെയ്യും അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് അതിന്റെ ഒരു ഫേവറബിൾ കണ്ടീഷനിൽ. ഇപ്പൊ ഞാൻ മറിച്ചിട്ട് ഓക്കെ, ശരി, ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് കാറ്റഗറീസുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. റീസെന്റ് വർക്ക് ഹാസ് ഷോൺ ദാറ്റ് ബീ സെറസ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 2 distinct exterotoxin causing 2 distinct form of food poisoning. One the emetic form with short incubation period of 1 to 6 hours. കണ്ടോ, അതിൽ ഒരെണ്ണത്തിന് എമറ്റിക് ഫോം കാണിക്കാറുണ്ട്. And 1 to 6 characterized by predominantly upper gastrointestinal tract symptom rather like staphylococcal food poisoning. So staphylococcal food poisoning പോലെ തന്നെ എന്ത് കാണിക്കാറുണ്ട്, ഇഷ്യൂസും കാണിക്കാറുണ്ട്. ബോർ അടിക്കുന്നുണ്ടോടാ? കുറച്ച് ബോർ അടിക്കുന്നുണ്ട് അല്ലെ? എനിക്ക് പഠിക്കുന്നുണ്ട്, ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഒന്നും ചെയ്യാനൊന്നും നോക്കത്തില്ല, പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. So B series, the other diarrheal form which longer incubation period 12 to 24 hours. നേരത്തെ പറഞ്ഞത് നമ്മൾ 1 to 6 hours ആണെങ്കിൽ, നേരത്തെ പറഞ്ഞത് 1 to 6 hours ആണ് എന്നുണ്ടെങ്കിൽ ഇത് 12 to 24 hours ആണ്. ആ ഒരു ക്ലാസിഫിക്കേഷൻ ഡിഫറൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളതാണ്. ഈ മറ്റത് അപ്പർ ജി ഐ ട്രാക്ട് ആണെങ്കിൽ ഇത് വരികയുണ്ടാവുക ലോവർ ജി ഐ ട്രാക്റ്റിലാണ്. ഓക്കെ, സോ ഇത് വരിക ലോവർ ഇൻഡസ്ട്രിയൽ ട്രാക്ട് സിംറ്റം, performing food poisoning like diarrhea, abdominal pain, nausea with little or no vomiting and no fever. Recovery within 24 hours is usual. So recovery now, toxins are performed and stable. So diagnosis can be confirmed by isolation of 105 or more B seres organism per gram of epidemiologically in criminal food. Treatment is symptomatic. So ഇതിന്റെ ട്രീറ്റ്മെന്റും സിംറ്റമാറ്റിക് തന്നെയാണ്. സോ ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ കൺഫേം ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫോം, എന്തൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ നടക്കുക? സോ എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ആൻഡ് ദിയർ ഹൈജീൻ ഹിസ്റ്ററി. സോ നമ്മൾ എപ്പോഴും ഫുഡ് പോയിസണിങ് ആണോ എന്ന് സസ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ എന്താ കഴിച്ചത്. ഫസ്റ്റ് ചോദിക്കാം, നിങ്ങൾ എന്താണ് കഴിച്ചത്, ഇങ്ങനെയല്ലേ കഴിച്ചത്, എന്താണ് കഴിച്ചത്. രണ്ടാമത്, എവിടെ നിന്നാണ് കഴിച്ചത്. ഇനി എന്താണ് കഴിച്ചത്. ഇത്രയും 3 ചോദ്യങ്ങൾ ചോദിക്കാം. അവസാനം ഒരു ചോദ്യം കൂടെ ചോദിക്കാം, എന്തിനാണ് കഴിച്ചത് എന്ന് ചോദിക്കാം അവിടെ നിന്ന് അല്ലെ. സോ ആക്ച്വലി എന്താണ്, സോ ഇൻവോൾവ് ദ ഹിസ്റ്ററി ഓൾ ഹാവ് ബീൻ ഷെയർഡ് പാർട്ട് ഓഫ് ഫുഡ്. ആരൊക്കെ ഫുഡ് കഴിച്ചു, പിന്നെ എത്ര കഴിച്ചു, എത്ര കൊടുത്തു, പിന്നെ 2 ദിവസം മുന്നേ ഉള്ള എന്താ നിങ്ങൾ കഴിച്ചത്, എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിരുന്നു, എന്തൊക്കെ ഇൽനെസ്സുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്, വോമിറ്റിംഗ്, ഡയറിയ, ഫീവർ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ. പിന്നെ പേഴ്സണൽ ഡേറ്റ, നിങ്ങളുടെ ഓക്യുപ്പേഷൻ, നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്, ഏത് ഭാഗത്ത് താമസിക്കുന്നത്, എവിടെയാ താമസിക്കുന്നത്, അങ്ങനെയുള്ള ഈ പറയുന്ന കുറെ ഇലോട്ടിലോട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. കാര്യം ഇറ്റ്സ് വെരി റിക്വയർഡ്. കാര്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും.
എപ്പോഴും ഹിസ്റ്ററി ടേക്കിംഗ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്? സോ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അവർ കഴിച്ച ഫുഡ് ഉണ്ടെങ്കിൽ, ഫുഡിന്റെ റിമെയിൻസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ സ്റ്റൂൾസ് ചെക്ക് ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മൾ അറിയാം, സ്റ്റൂൾസ്, വൊമിറ്റിംഗ്, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ അകത്തുനിന്നൊക്കെ നമുക്ക് സാമ്പിൾ എടുക്കാം. ഈ പറയുന്ന പോലെ അകത്തേക്ക് നമുക്ക് മറ്റേ എൻഡോസ്കോപ്പിയൽ ട്യൂബൊക്കെ ഇറക്കുകയാണെങ്കിൽ ചെയ്യാം. പക്ഷെ അത് നമുക്ക് ഇപ്പം പോസിബിൾ അല്ല. The objective is not only to incriminate the causative agent from stools or vomiting or remaining other food by incollusion into appropriate media, but also determine the total number of bacteria and relative number of each kind involved. അതായത് എപ്പോഴും നമ്മൾ എന്താ ചെയ്യാം, വെറുതെ നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റൂൾസിൽ എത്രയുണ്ട്, വോമിറ്റിംഗിൽ എത്രയുണ്ട് എന്നുള്ളത് കൺസിഡറേഷൻ വെക്കുമെന്നുണ്ടെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ കൺസിഡറേഷൻ എന്തായിരിക്കും, അവരുടെ ബോഡി പോർഷൻസുകൾ, ഈ പറയുന്ന പോലെ ടോട്ടൽ ബോഡി പോർഷൻസുകളിൽ എത്രയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ടോട്ടലി എത്രയാണ് ഉള്ളത് എന്നുള്ളൊരു കൺസിഡറേഷൻ കൂടെ നമ്മൾ വെക്കാറുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് വിൽ ഗീവ് യു ബെറ്റർ ഇൻഡിക്കേഷൻ ഓഫ് ഓർഗാനിസം ഇൻവോൾവ്. ഏത് ഓർഗാനിസം ആണുള്ളത്, ഏത് ടൈപ്പ് ഓഫ് ഓർഗാൻസ് ഉണ്ട്. സ്റ്റൂൾ സാമ്പിൾ ഓഫ് ദ കിച്ചൺ എംപ്ലോയീസ് ആൻഡ് ഫുഡ് ഹാൻഡിൽസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എയറോബിക്കലി അനേറോബിക്കലി ഒക്കെ എക്സാമിൻ ചെയ്യും. ആൻഡ് ഫേസ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഷുഡ് ബി ഡൺ കംപ്ലീറ്റ്ലി ഇൻ ദ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ. സോ നമ്മൾ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ നോക്കും അവർക്ക് ഇതെല്ലാം ഓക്കെ ആണോ, റെഡി ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമില്ല, കുറച്ച് ബോർഡ് തുടങ്ങിയില്ലേ? എനിക്ക് ബോർഡ് തുടങ്ങിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് ആനിമൽ എക്സ്പെരിമെന്റ്. സോ ഈ ചില ആൾക്കാരുകൾ ഇപ്പം ബേസിക് ആയിട്ട് പറയാം, നമുക്ക് ഈ ഫുഡ് പോയ്സൺ വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ മിൽക്ക് ഡയറി പ്രൊഡക്ട്സുകൾ ഇറ്റ്സ് ഫൈൻ, ചില പോയിന്റിൽ ഇറ്റ്സ് ഫൈൻ ആണ്. ചില ആൾക്കാരിന്റെ അകിടൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കുമല്ലോ. അപ്പൊ ഇവരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ സാൽമണല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇതിന്റെ അകിട് പിടിച്ച് വലിക്കുന്ന സമയത്ത് അവിടെ ആവുകയും അത് പിന്നെ ഫർദർലി ഈ പറയുന്ന ബാക്കിയുള്ള സാധനങ്ങളെ ബാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. Okay, feeding rhesus monkey with the remnant of food may be necessary. Protection tests are useful in the case of botulism. In this, saline filtrate of food stuff is injected subcutaneously into mice protected with the antitoxera, keeping suitable control. So, investigation എങ്ങനെയാ ചെയ്യാ? നമ്മൾ റീസസ് മങ്കി ഫീഡിംഗ് വിത്ത് ദ റെമനന്റ് ഓഫ് ഫുഡ് മേ ബി നെസസറി. കണ്ടോ? Protect tests are useful in the case of botulism. In this, saline filtrate of food stuff is injected subcutaneously into mice. ഒന്നെങ്കിൽ മൈസിലേക്ക് ചെയ്യും, പ്രൊട്ടക്ട് വിത്ത് ആന്റിസെറ കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം നമ്മൾ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സൂട്ടബിൾ കൺട്രോൾ വെച്ച് നമ്മൾ എക്സാമിൻ ചെയ്യും. ഇല്ലെങ്കിൽ റീസസ് മങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, കണ്ട മനുഷ്യരുടെ മൃഗങ്ങളെ നശിപ്പിക്കുന്നു. വളരെ രസമുണ്ട്. ബ്ലഡ് ഓഫ് ആന്റിബോഡീസ്, ദിസ് ഇസ് യൂസ്ഫുൾ ഫോർ റെട്രോസ്പെക്റ്റീവ് ഡയഗ്നോസിസ്. സോ എന്നിട്ട് നമ്മൾ ആന്റിബോഡി ബ്ലഡ്. ഓക്കെ, പിന്നെ എൻവയോൺമെന്റ് സ്റ്റഡി ഇൻക്ലൂഡ്സ് ഇൻസ്പെക്ടിംഗ് ദ ഈറ്റിംഗ് പ്ലേറ്റ്സ്, കിച്ചൺ, ക്വസ്റ്റ്യനിങ് ഫുഡ് ഹാൻഡ്ലേഴ്സ് റിഗാർഡിംഗ് ഫുഡ് പ്രിപ്പറേഷൻ. ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആരാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്റ്റൂൾസ് നോക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഇത് ബി സെറസ് ആണ് കേട്ടോ. ബി സെറസിലെ കേസ് എന്ന് പറയുന്നത് അപ്പറും ഉണ്ട് ലോവറും ഉണ്ട് പറഞ്ഞു. സോ ഇതിനകത്ത് പല കോൺസെൻട്രേഷനിലുണ്ട്. അപ്പർ ആണെന്നുണ്ടെങ്കിൽ, ലോവർ ആണെങ്കിൽ താഴെ. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. എന്താ അവരുടെ ഹിസ്റ്ററി, അവരെന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു, എവിടെ നിന്നാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ആനിമൽ എക്സ്പെരിമെന്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. റീസസ് മങ്കി, പിന്നെ അതിന്റെ ഫുഡിന്റെ ഫിൽട്രേറ്റ് കളക്ട് ചെയ്ത് ആ സാധനം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സബ്ക്യൂട്ടിനസ്ലി മൈസിൽ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോക്കാറുണ്ട്. പിന്നെ ബ്ലഡ് ഓഫ് ആന്റിബോഡി പറഞ്ഞു, ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ആൻഡ് ഈറ്റിംഗ് പ്ലേറ്റ്സുകൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ഈ ഡേറ്റ അനലിസിസ് ആണ്. The data should be analyzed according to the descriptive method of time, place, and person distribution. Food-specific attack rates should be calculated. A case control study may be undertaken to establish the epidemiological association between illness and intake of food particle. So actually നമുക്ക് എന്ത് വേണം, ഡേറ്റ അനാലിസിസ് ചെയ്യണം അല്ലെ. ഡേറ്റ അനാലിസിസ് എന്താ ചെയ്യുന്നത്? ആക്ച്വലി അതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അവർ കഴിച്ച ഫുഡ് എവിടെ നിന്നാണ്, ഈ ഫുഡ് ഉണ്ടാക്കിയ ആള് ആരാണ്, എത്ര ക്വാണ്ടിറ്റി കഴിച്ചു എന്നുള്ള പറയുന്ന പോലത്തെ പല ഡേറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് കൺസിഡർ ചെയ്യും. കാരണം ഇപ്പം ബാക്കിയുള്ളതിന് ഇത്ര വലിയ ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ ഇല്ല. ഈ സെറസിന് മാത്രം എന്താണ് ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് വരും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഫാസ്റ്റ് ആയിട്ട് ഇത് വരുന്നു എന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രിവെൻഷൻ. എങ്ങനെയാണ് ചെയ്യുക? ഒബ്വിയസ്ലി ഫുഡ് സാനിറ്റൈസേഷൻ, പേഴ്സണൽ ഹൈജീൻ അല്ലെ. ഫുഡ് സാനിറ്റൈസേഷൻ കൊണ്ടുവരിക്കുന്നത് എന്താണ്, നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡുകൾ അത് പ്രോപ്പർലി എടുത്ത സാധനം മീൻസ് സ്റ്റെറിലൈസ്ഡ് ആണോ,
അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ, അതിന്റെ സാമ്പിൾസ് വേണമെങ്കിൽ കളക്ട് ചെയ്ത് നമുക്ക് ടെസ്റ്റിന് അയക്കാം. അങ്ങനെയൊക്കെ ഉള്ള കാര്യം, റോ കഴിക്കാതിരിക്കാം. പിന്നെ പേഴ്സണൽ ഹൈജീൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പേഴ്സണൽ ഹൈജീൻ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. പിന്നെ ഫുഡ് ഹാൻഡ്ലേഴ്സ്, പിന്നെ സ്ലോത്തേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അവരെയൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ടാവും. In food, animal must be free from infection. This can be assured by examination by veterinary staff both before and after slaughtering. ഉണ്ടോ? അപ്പൊ ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന മൃഗം നല്ലതാണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാരൊക്കെ അസുഖമുള്ള പശുവിനെ ഒക്കെ ആണെങ്കിൽ എടുത്ത് മുറിക്കാറുണ്ട്. അത് വളരെ മോശമായ കാര്യമാണ് ഗൈസ്. So, high standard of personal hygiene among individual engaged in handling, preparing and cooking of food is needed. സ്കിൽഡും ഹൈ സ്റ്റാൻഡ് ആൾക്കാർ അത്യാവശ്യം. ദോ സഫറിംഗ് ഫ്രം ഇൻഫെക്ഷൻ, വൂണ്ട്, ബോയിലിംഗ്, ഡയറിയ, ഡിസെൻട്രി, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാർ ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. പിന്നെ ഇൻസ്പെക്ഷൻ ഒക്കെ അത്യാവശ്യമാണ്. ആൻഡ് ഓൾത്രൂ റിമൂവ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. സോ അങ്ങനെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന തരാം. ഫുഡ് സാനിറ്റേഷൻ, ഫുഡ് ഹാൻഡ്ലിംഗ് ടെക്നിക്സ്. സോ എല്ലാ ആൾക്കാരും ഒരുപോലെ ആകണം ഫുഡ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് നമുക്ക് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഫുഡ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എത്ര നേരം നമ്മൾ ഫുഡ് ഹാൻഡിൽ ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ മിനിമൽ എപ്പോഴും കിച്ചൺ റൂൾസ് ഉണ്ട്. മിനിമൽ മൂവ്മെന്റ് ആയിരിക്കണം. പിന്നെ മിനിമൽ വെസൽസ് ഉപയോഗിക്കുക. വെസൽസുകൾ എടുത്തു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് വെക്കുക. പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക, ഈ വെസൽസുകളെ ചൂടാക്കി വേണം വെക്കാൻ. മിൽക്ക് പാസ്ചറൈസ്ഡ് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള പല 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 റൂൾസുകളും കിച്ചൺസുകളിൽ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ടൈം പീരിയഡ് പ്രിപ്പറേഷൻ ഓഫ് കൺസപ്ഷൻ ഓഫ് ഫുഡ് ഷുഡ് ബി കെപ്റ്റ് ഷോർട്ട്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് റീസെന്റ് നമ്മുടെ ഈ പറയുന്ന പുറത്തുള്ള പാക്കിംഗ് ലേബിൾസിലൊക്കെ ഇങ്ങനെ കാണും, ഫുഡ് പ്രിപ്പയർഡ് ടൈം, സെർവിങ് ടൈം ഷുഡ് ബി, അല്ലെങ്കിൽ എക്സ്പയർ എന്ന് കാണും. ഇങ്ങനൊരു സാധനം ഇപ്പൊ എല്ലാ ഫുഡിന്റെ പുറത്തും കാണാം. കാര്യം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലുലുമാളിലൊക്കെ പോകാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് നമ്മൾ അറിയിക്കുന്നതാണ് അത് എപ്പോ കഴിക്കണം എന്നുള്ളതാണ്. ഫുഡ് മസ്റ്റ് ബി തറവലി കുക്ക്. ദ ഹീറ്റ് മസ്റ്റ് പെനിട്രേറ്റ് ദ സെന്റർ ഓഫ് ദ ഫുഡ്. നേരത്തെ പറഞ്ഞില്ലേ, വെറുതെ ചുമ്മാ ചൂടാക്കുമ്പോൾ സെന്റർ ചിലപ്പോൾ ചൂടാവണം എന്നില്ല, സൈഡിലും ചൂടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. Most food poisoning organisms are killed at temperature over 60 degrees Celsius. Separate raw meat, poultry, seafood, or egg from the ready-to-eat food. Use separate cutting board for raw meat away from the other food. Shopping cart of ഇപ്പൊ എക്സാമ്പിള്, നമ്മൾ റോ മീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡോ പാനലോ ആവാൻ പാടില്ല അല്ലാത്തത് കട്ട് ചെയ്യുമ്പോൾ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെയാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുഡും ഫ്രഷ് ഫുഡും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഫുഡ് സ്പോയിലായി പോകും. എന്തുകൊണ്ട്, ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ട്. ഓക്കെ, സോ ഫുഡ് സാനിറ്റൈസേഷൻ ഇംപ്രൂവ്മെന്റ് വളരെ അത്യാവശ്യമാണ്. വർക്കിംഗ് സ്പേസ് ആയാലും വർക്കിംഗ് കൾച്ചർ ഉണ്ടാവണം. റാറ്റ്, മൈസ്, ഡസ്റ്റ് ഒന്നും പാടില്ല. ഹെൽത്ത് എഡ്യൂക്കേഷൻ നിർബന്ധമായും കൊടുക്കണം. എല്ലാവർക്കും പ്രോപ്പർ ഹൈജീൻ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ റെഫ്രിജറേഷൻ, സോ എല്ലാവരും റെഫ്രിജറേറ്റർ ഉപയോഗിക്കും. അത് വലിയ തെറ്റായ കാര്യമൊന്നും അല്ല, ഇറ്റ്സ് വെരി ഗുഡ് അല്ല ആക്ച്വലി. സോ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഫുഡ് പോയിസണിങ് ഒഴിവാക്കുക എന്നുള്ളത്. പ്രോപ്പർ ടെമ്പറേച്ചർ കൺട്രോളിൽ വെക്കാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ലത് തന്നെയാണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ, ജേംസുകൾ മൾട്ടിപ്ലൈ ചെയ്യില്ല. പിന്നെ പിറ്റേ ദിവസം നമുക്കിപ്പം ഫുഡ് കുറച്ച് എക്സസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും അല്ലെ. സോ in prevention of bacterial food poisoning, emphasis must be placed on proper temperature control. Food should not be left in warm pantry അല്ലെ. നമ്മൾ വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടൊന്നും വെച്ചിരിക്കാൻ പാടില്ല. A few germ can multiply to million by next morning. അതായത് പിറ്റേ ദിവസം രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്ത് മില്യൺസോളം ആയിട്ടുണ്ടായിരിക്കും ആ ടൈമില്. Could not enter immediately, should be kept cold and prevent bacterial multiplication and toxin production. Cook and eat the same day. ഈ ഒരു സാധനങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യാം. Cook and eat the food same day. Okay. It's a golden rule. When food are held between 10 to 50 Fahrenheit, 49 degrees Celsius to 120 Fahrenheit, they are in danger zone for bacterial growth. കണ്ടോ, ഒന്നെങ്കിൽ 10 ഡിഗ്രിയോ ഇല്ലെങ്കിൽ 50 ഡിഗ്രി ഫാരനിലോ അല്ലെങ്കിൽ 49 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ 120 ഒക്കെ ഇൻ ബിറ്റ്വീനിലാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറിലാണ്. സോ
കോൾഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് ടെമ്പറേച്ചർ ബിലോ 4 degree to 40 degree Celsius. സോ ഈ ഒരു പേജ് ഇമ്പോർട്ടന്റ് ആണ്. റെഫ്രിജറേഷൻ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി എക്സീഡ് ദിസ് ലെവൽ. അപ്പൊ റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചർ ഇത് പോകാൻ പാടില്ല. അപ്പം ഈ ഒരു പോയിന്റുകളും ഈ ഒരു സ്ലൈഡും ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ആർക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾ ട്രിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. So prevention. Surveillance. Food sample must be obtained from the food established periodically and subject to laboratory analysis if they are unsatisfactory. Continuous surveillance is necessary to avoid outbreak of foodborne disease. കണ്ടോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫുഡ് നിങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ കഴിച്ചത് അവിടെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാം. സാമ്പിൾ കളക്ട് ചെയ്ത് നമ്മൾ നോക്കും ഈ ഫുഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ ഫുഡ് കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. നോക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ വാട്ട് എവർ ദ തിങ് നമ്മൾ പിന്നെ ചെയ്യുന്നു. ഓക്കെ, ഇത്രയുള്ള കഴിഞ്ഞു. വളരെ സിമ്പിൾ ചാപ്റ്റർ. കുറച്ചധികം നമ്മൾ പഠിച്ചു, കുറെ നമ്മൾ എഴുതി പഠിച്ചു, കുറെ നമ്മൾ പറഞ്ഞു പഠിച്ചു. സോ ഒരു എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, അധികം വലിയ പഠനമില്ല. ഒരു 35 സ്ലൈഡേ ഉള്ളൂ. പേര് പഠിക്കുക, എന്താണ് കണ്ടീഷൻ പഠിക്കുക, കാര്യങ്ങൾ പഠിക്കുക. കൺഫ്യൂസ് ആയി പോകരുത്. ഏതാണ് അസുഖം അതാണ് അസുഖം കൺഫ്യൂസ് ആയി പോകരുത്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഇതെല്ലാം റെഡിയാക്കി പഠിച്ചു വെക്കുക. MCQs മാക്സിമം ചെയ്യുക. MCQs ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിലൊരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാകും കേട്ടോ. കാര്യം MCQ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും, എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പം ഇറ്റ്സ് വെരി ഈസി ഇടാം. അല്ലാതെ വെറുതെ ഇങ്ങനെ അടുത്ത് ടഫായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ് ഓരോന്ന്, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ സെറസ് ആണെങ്കിൽ അതിന്റെ കാറ്റഗറിയിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു. പിന്നെ സ്റ്റഫിലോകോക്കസ് ആണെങ്കിൽ അതിന്റെ കാറ്റഗറി എന്തൊക്കെയുണ്ട്, അതിന്റെ സബ് കാറ്റഗറീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ 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 കാര്യങ്ങൾ. ബോട്ടിലിസം ആണെങ്കിൽ കുഞ്ഞുകുട്ടികൾ വരുമ്പോൾ എന്താണ് പേര് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫുഡ് എത്രയിൽ നമ്മൾ വേവിക്കണം, എത്ര വേവിക്കാൻ പാടില്ല, എത്ര ടെമ്പറേച്ചർ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.